നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാവിലെയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 മാസത്തെ ദീർഘമായ അവധിക്ക് ശേഷം നമ്മുടെ കുരുന്നുകൾ ഇന്ന് സ്കൂളുകളിലേക്ക് പോവുകയാണ്. സംസ്ഥാനതല പ്രവേശനോത്സവം തിരുവനന്തപുരത്താണ്. പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമുള്ള ആദ്യ പ്രവേശനോത്സവമാണ്. സ്വാഭാവികമായും മുഖ്യമന്ത്രിയാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുക. ഒപ്പം കനത്ത മഴയുടെ ലക്ഷണവുമുണ്ട്. ഒരുപക്ഷെ നാളെ മുതൽ കാലവർഷം ആരംഭിച്ചേക്കാം. പക്ഷേ മഴ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എല്ലായിടത്തും തുടരുന്നുണ്ട്. ഇതടക്കം നിരവധി വാർത്തകളുണ്ട്. നമുക്ക് തലക്കെട്ടുകൾ നോക്കാം. കളിച്ചും ചിരിച്ചും കുട്ടികൾ സ്കൂളിലേക്ക്. പുതിയ അധ്യയന വർഷത്തിന് ഇന്ന് തുടക്കം. സംസ്ഥാനതല പ്രവേശനോത്സവം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി നിർവഹിക്കും. പ്രവേശനോത്സവങ്ങൾ എല്ലാ സ്കൂളുകളിലും. കേന്ദ്ര സിലബസ് സ്കൂളുകളിൽ ക്ലാസുകൾ ബുധനാഴ്ച മുതൽ. നാടെങ്ങും സ്കൂൾ തുറക്കുമ്പോൾ മാമ്പ കണ്ണൂർ സ്കൂളിന് ഇന്ന് താഴെ വീഴും. പൂട്ടുന്നത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മണ്ഡലത്തിലെ സ്കൂൾ. ഈ വർഷം പുതിയ കുട്ടികൾ ചേർന്നില്ലെന്ന് വിശദീകരണം. മലപ്പുറം പുലാമന്തോൾ ALP സ്കൂളിനും താഴെ വീഴും. സ്കൂൾ തുറക്കുന്ന ദിവസം മഴയുടെ പതിവ് വരവ് മുടങ്ങാനിടയില്ല. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കു സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി, പാലക്കാട്, കാസർഗോഡ് ഒഴിച്ചുള്ള 9 ജില്ലകളിലും യെല്ലോ അലർട്ട്. കനത്ത കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയെന്ന് മുന്നറിയിപ്പ്. 3-ാം തീയതി വരെ മീൻ പിടിക്കാൻ കടലിൽ പോകരുത്. തെക്ക് പടിഞ്ഞാറൻ കാലവർഷം കേരളത്തോട് അടുക്കുന്നു. IPL കിരീടം വിരാട് കോഹ്ലിയും സംഘവും തൂക്കി. അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ കോഹ്ലിയുടെ സിക്സറിൽ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിന് തുടർച്ചയായ 2ാം കിരീടം. ഗുജറാത്ത് ടൈറ്റൻസിനെ തോൽപ്പിച്ചത് 5 വിക്കറ്റിന്. ഓറഞ്ച് ക്യാപ്പ് രാജസ്ഥാന്റെ മാസ്റ്റർ ബ്ലാസ്റ്റർ വൈഭവ് സൂര്യവംശിക്ക്. മിൽമ പാലിനും തൈരിനും വില കൂട്ടി. പാൽ ലിറ്ററിന് 4 രൂപയും തൈര് കിലോയ്ക്ക് 10 രൂപയും കൂടി. പാക്കറ്റിലെ വില പഴയതാണെങ്കിലും പുതിയ വില നൽകണം. നെയ്ക്കും മറ്റു പാലുൽപ്പന്നങ്ങൾക്കും വില വർധന പിന്നാലെ. വാണിജ്യ പാചകവാതകത്തിന് വീണ്ടും വില കൂടി. സിലിണ്ടറിന് 46 രൂപയുടെ വർധന. CMR എക്സാലോജി കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ EDക്കും കരിമണൽ കമ്പനിക്കും ഇന്ന് നിർണായകം. അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന് CMRL. തലസ്ഥാനത്ത് CPM പ്രതിഷേധത്തിനിടെ കാണിച്ചത് രാജ്യത്തോടുള്ള അതിക്രമമെന്ന് വിശേഷിപ്പിച്ച ED. കടുത്ത നിലപാട് കോടതിയിൽ പറയും. പരാജയം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ജന്മനാടായ മമ്പറത്ത് സ്വീകരണം. ED റെയ്ഡിൽ പിന്തുണച്ച പാർട്ടിക്കും മുന്നണിക്കും അണികൾക്കും നന്ദി. തൃണമൂലിനെ ഇറക്കി BJP അധികാരം പിടിച്ചെടുത്ത ബംഗാളിൽ രാഷ്ട്രീയ അക്രമ പരമ്പര അടങ്ങുന്നില്ല. BJP തൃണമൂൽ പ്രവർത്തകർ പലയിടത്തും നേർക്കുനേർ. MP മാർക്ക് നേരായ ആൾക്കൂട്ട ആക്രമണം. കഴിഞ്ഞുപോയ ഭരണത്തോടുള്ള രോഷമെന്ന് BJP. പന്നികൾ കൂട്ടത്തോടെ ചത്തുവീഴുന്ന കോഴിക്കോട് കൂടരഞ്ഞിയിൽ നാട്ടുകാർക്ക് ആശങ്ക. നായാടംപൊയിലെ ഫാമിൽ 1 മാസത്തിനിടെ ചത്തത് 150-ലേറെ പന്നികൾ. അജ്ഞാത രോഗമെന്ന് സംശയം. കടുത്ത ഭീഷണിയെന്ന് കൂടരഞ്ഞി നിവാസികൾ. ഇന്നലെ അൻസിബ ഹസൻ, ഇന്ന് ലക്ഷ്മിപ്രിയ. താരസംഘടനയിലെ തമ്മിൽ തല്ലിൽ പോലീസിന് മൊഴി കൊടുക്കാനെത്തും. തൃക്കാക്കര ACPക്ക് അൻസിബ ഇന്നലെ കൊടുത്ത മൊഴിയിൽ ടിനി ടോമിനെ കടന്നാക്രമിച്ച അൻസിബ. ഇറാനുമായുള്ള വെടിനിർത്തലിൽ പ്രസിഡന്റ് ട്രംപിന് മെല്ലെപ്പോക്ക്. കരാറിന്റെ കരടിൽ ഇരുവരും ഒപ്പിട്ടില്ല. ഇറാൻ സമ്പൂർണ്ണ നിരായുധീകരണം നടത്തണമെന്ന് അമേരിക്ക. ഇറാന്റെ 100 കോടി ക്രിപ്റ്റോ ആസ്തികൾ മരവിപ്പിച്ചു. സംസ്ഥാനത്ത് ഇന്ന് സ്കൂളുകൾ തുറക്കുകയാണ്. ഏതാണ്ട് 40 ലക്ഷത്തോളം കുരുന്നുകളാണ് സ്കൂളുകളിലേക്ക് എത്തുക. വളരെ പ്രധാനപ്പെട്ട പ്രവേശനോത്സവം അത് എല്ലാ വർഷവും പതിവ് പോലെ നടക്കുന്നതാണ്. സംസ്ഥാനതല ഉദ്ഘാടനം ഇത്തവണ തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് ഗേൾസ് HSSൽ മുഖ്യമന്ത്രി VD സതീശൻ
പ്രവേശനോത്സവത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും. വിദ്യാഭ്യാസ മന്ത്രി അധ്യക്ഷത വഹിക്കും. പുസ്തക വിതരണം പൂർത്തിയായിട്ടുണ്ട് എന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഈ സർക്കാർ മാറുന്നതുമൊക്കെ ബന്ധപ്പെട്ട് ഈ പുസ്തക വിതരണത്തിൽ ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. പലപ്പോഴും അത് പൂർത്തിയാക്കാൻ പറ്റുമോ എന്നുള്ള സംശയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പുസ്തക വിതരണം പൂർത്തിയായി എന്ന വിവരം സന്തോഷകരമാണ്. വിദ്യാർത്ഥികൾക്ക് ആശ്വാസമാണ്. ഡാൻ കുര്യൻ വലിയ തുറയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ഡാന് 2 മാസത്തെ ഒരു ദീർഘമായ മധ്യവേനൽ അവധിയായിരുന്നു. അതിനുശേഷമാണ് കുരുന്നുകൾ സ്കൂളിലേക്ക് എത്തുന്നത്. നമുക്കറിയാം സെൻട്രൽ സ്കൂളുകളൊക്കെ തുറക്കാൻ പോകുന്ന ബുധനാഴ്ചയാണ്. ഇന്നിപ്പോൾ ഇവിടുത്തെ സ്കൂളുകൾ തുറക്കുമ്പോൾ വലിയ ആഘോഷത്തോടെ, പ്രത്യേകിച്ചും പുതിയ സർക്കാരിൻ്റെ പുതിയ വിദ്യാഭ്യാസ മന്ത്രിയുടെ ആദ്യ പ്രവേശനോത്സവം കൂടിയാണല്ലോ ഇത്. ആഘോഷത്തിന് ഒട്ടും കുറവ് കാണില്ല സ്കൂളുകളിൽ. തീർച്ചയായിട്ടും വലിയ ആവേശത്തിൽ തന്നെയാണ് സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളും. രാവിലെ 9 മണിക്കാണ് സംസ്ഥാനതല ഉദ്ഘാടനം. നേരത്തെ സൂചിപ്പിച്ച പോലെ പട്ടം ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യുക. വിദ്യാഭ്യാസ മന്ത്രി N ശംസുദ്ദീൻ, ആരോഗ്യമന്ത്രി K മുരളീധരൻ, CP ജോൺ ഉൾപ്പെടെയുള്ള മന്ത്രിമാരുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകും. രാവിലെ 9:30 തന്നെ ചടങ്ങുകൾ ആരംഭിക്കുന്ന തരത്തിലാണ് ക്രമീകരണങ്ങളൊക്കെ സജ്ജമാക്കിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് വലിയതുറ സെൻറ് ആൻ്റണീസ് സ്കൂളിലാണ്. ഇവിടെയും ഒരുക്കങ്ങളൊക്കെ, വിദ്യാർത്ഥികളെ, നവാഗതരെയൊക്കെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. സ്കൂൾ സമയം ആകുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ എത്താൻ അല്പം കൂടി സമയം എടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും 44 ലക്ഷം വിദ്യാർത്ഥികളാണ് ഇന്ന് സ്കൂളിലേക്ക് എത്തുന്ന 1 മുതൽ 12ാം ക്ലാസ് വരെ 44 ലക്ഷം വിദ്യാർത്ഥികളെന്നാണ് ഏകദേശ കണക്ക്. അതിൽ 3 ലക്ഷം പേർ 1ാം ക്ലാസ്സിലേക്ക് മാത്രം പ്രവേശനം തേടുന്ന സാഹചര്യമുണ്ട്. അവരെ വരവേൽക്കുന്നതിന് വേണ്ടി വിപുലമായ ക്രമീകരണങ്ങളാണ് സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും സജ്ജമാക്കിയിരിക്കുന്നത്. രഞ്ജിത്ത്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. സ്കൂളുകളിൽ വലിയ ആഘോഷ പരിപാടികൾ ഇന്ന് നടക്കും. കുരുന്നുകളെ സ്വീകരിക്കാനായി ബലൂണുകളും മറ്റ് കളിപ്പാട്ടങ്ങളും ഒക്കെയായി സ്കൂളുകൾ ഒരുങ്ങിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ മധുര വിതരണം അടക്കമുള്ള കാര്യങ്ങൾ സ്കൂളിൽ ഉണ്ടാകുമല്ലോ. ഡാന്, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കളർഫുൾ, വളരെ വർണ്ണാഭമായ ബലൂണുകളൊക്കെ തൂക്കിയിട്ടുണ്ട്. കുരുന്നുകളുടെ കരച്ചിലിൻ്റെ ദൃശ്യങ്ങളൊക്കെ അല്പസമയത്തിനകം കാണാം. സന്തോഷത്തോടെ സ്കൂളുകളിലേക്ക് വരുന്നവരുമുണ്ടാകും. ഇന്ന് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. മധ്യവേനൽ അവധിയുടെയൊക്കെ ഒരു ആലസ്യം അവർക്കുണ്ടാകും. എന്ത് ക്രമീകരണങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് പട്ടം സ്കൂളിലാണ് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ പങ്കെടുക്കുന്നത് എന്ന് മനസ്സിലാകുന്നു. അവിടെയൊക്കെ വിപുലമായ തരത്തിൽ തന്നെയാണല്ലോ പരിപാടികൾ വിദ്യാഭ്യാസ വകുപ്പ് ക്രമീകരിച്ചിരിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും വലിയ തരത്തിലുള്ള ഒരുക്കങ്ങളാണ് എല്ലാ സ്കൂളുകളും സജ്ജമാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് നവാഗതർക്ക് വേണ്ടി PTA അല്ലെങ്കിൽ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ അവർക്ക് വേണ്ടി പ്രത്യേക സ്വാഗത പരിപാടികൾ, സ്വീകരണ പരിപാടികളൊക്കെ സജ്ജമാക്കിയിട്ടുണ്ട്. മധുരം നൽകിക്കൊണ്ടായിരിക്കും ഈ വിദ്യാർത്ഥികളെ മുഴുവൻ സ്കൂളുകളിലേക്ക് സ്വാഗതം ചെയ്യുക. മധ്യവേനൽ അവധിയുടെ ഒരു ആലസ്യം വിട്ട് സജീവമായ പഠന വഴിയിലേക്ക് തിരിയുക എന്ന് പറയുമ്പോൾ അത് എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരുപോലെ അങ്ങ് പെട്ടെന്ന് ഡൈജസ്റ്റ് ആയില്ല. അപ്പോൾ അവരെയൊക്കെ ഈ സ്കൂളിൻ്റെ അന്തരീക്ഷത്തോട്, സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തോട് ചേർത്ത് നിർത്തുക എന്നൊരു വലിയ ലക്ഷ്യം കൂടിയുണ്ട് മാനേജ്മെൻറ്റുകൾക്ക്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു സ്കൂളുകളെ വീടിന് സമാനമായ തരത്തിലൊരു സൗഹൃദ അന്തരീക്ഷം ഉണ്ടാക്കിക്കൊണ്ട് അവരെ ഒപ്പം നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ സജ്ജമാക്കിയിട്ടുമുണ്ട്. ഏതായാലും വലിയ ക്രമീകരണങ്ങൾ എല്ലാ സ്കൂളുകളിലും സജ്ജമാക്കിയിരിക്കുന്നു. രാവിലെ 9 മണിയോടെ തന്നെ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ സ്കൂളുകളിലെല്ലാം ആരംഭിക്കും. ഇത്തവണ വലിയ ആഘോഷങ്ങൾ വേണ്ട എന്നായിരുന്നു ആദ്യം സർക്കാർ തീരുമാനം. പക്ഷേ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് 3 ലക്ഷത്തോളം പേർ ആദ്യമായി സ്കൂളുകളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്രയും വിപുലമായ ക്രമീകരണങ്ങൾ സ്കൂളുകളിൽ മുഴുവൻ സജ്ജമാക്കിയിരിക്കുന്നത്. എന്തായാലും അങ്ങനെയുള്ള ക്രമീകരണങ്ങൾ സജ്ജമാക്കുമ്പോൾ എടുത്തു പറയേണ്ടുന്ന കാര്യം, മുഖ്യമന്ത്രി ഉൾപ്പെടെ പങ്കെടുക്കുന്ന ചടങ്ങ് നടക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പട്ടം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അവിടെയും ഇത്തരത്തിൽ വിപുലമായ ക്രമീകരണങ്ങൾ തന്നെയാണ് സജ്ജമാക്കിയിരിക്കുന്നത്. എന്തായാലും കാത്തിരിക്കാം. 2 മണിക്കൂർ കൂടി കഴിയുമ്പോൾ നമ്മുടെ വിദ്യാലയങ്ങളിൽ കുരുന്നുകളുടെ കരച്ചിലും പൊട്ടിച്ചിരിയും കൊണ്ട് നിറയുന്ന കാഴ്ചകൾ കാണാം. ഏറ്റവും കൗതുകമുണർത്തുന്ന, ഒരു വർഷത്തിലെ ഏറ്റവും സന്തോഷം പകരുന്ന ഒരു കാഴ്ചയാണത്. അല്പസമയം കൂടി മാത്രം കാത്തിരുന്നാൽ മതി ആ വർണ്ണാഭമായ കാഴ്ചകൾക്ക്. തീർച്ചയായും അതാണ് കാണേണ്ടത്. നമുക്ക് അല്പസമയത്തിനകം കുട്ടികൾ രക്ഷിതാക്കൾക്കൊപ്പം സ്കൂളുകളിലേക്ക് എത്തും. 2 മാസത്തിന് ശേഷമുള്ള കാഴ്ചകൾ. ഇനിയിപ്പോൾ പഠനത്തിൻ്റെ നാളുകളാണ്. പക്ഷേ മഴയുടെ വലിയ
ലക്ഷണം കൂടി സംസ്ഥാനത്തുണ്ട്. കാലാവസ്ഥാ മുന്നറിയിപ്പ് തുടർച്ചയായുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വലിയ മഴയുണ്ട്. അതിനുള്ള ക്രമീകരണങ്ങളും ജാഗ്രതയുമൊക്കെ രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് വേണം പ്രതീക്ഷിക്കാൻ. ഒരു പുതിയ പ്രവേശനോത്സവം കൂടി എത്തുമ്പോൾ തേവലക്കര സ്കൂളിൻ്റെ ഓർമ്മകളിൽ ഇന്നും മായാതെ നിൽക്കുന്നത് മിഥുൻ്റെ മുഖമാണ്. വൈദ്യുതാഘാതത്തിൽ ആ വിദ്യാർത്ഥി മരിച്ചിട്ട് 10 മാസം പിന്നിട്ടെങ്കിലും ആ ദുഃഖവും ഉയർന്ന ചോദ്യങ്ങളും ഇന്നും ബാക്കിയാണ്. വിനീഷ് വിവരങ്ങളുമായി ചേരും. വിനീഷ്, നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരാളാണ് മിഥുൻ, സംശയമില്ല. അലംഭാവം കൊണ്ടും അലക്ഷ്യമായ സമീപനങ്ങളൊക്കെ കൊണ്ട് ഒരു കുരുന്നിൻ്റെ ഭാവിയുടെ പ്രതീക്ഷയാണ് ഇല്ലാതായത്, സംശയമില്ല. ആ രക്ഷകർത്താക്കളുടെ ദുഃഖം, ആ സ്കൂളിൻ്റെ ദുഃഖം, ആ അധ്യാപകരുടെ ദുഃഖമൊക്കെ നമുക്ക് കണ്ടതാണ്. എന്തെങ്കിലും മാറ്റമുണ്ടോ അതിനുശേഷം നമ്മുടെ ഇത്തരം ക്രമീകരണങ്ങളിൽ? തീർച്ചയായും രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് മറക്കാനാകാത്ത വലിയൊരു സംഭവം തന്നെയായിരുന്നു തേവലക്കര സ്കൂളിൽ സംഭവിച്ചത്. കഴിഞ്ഞ വർഷം ജൂലൈ 17-നാണ് തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുന് ദാരുണമായ അന്ത്യം സംഭവിച്ചത്. ക്ലാസ് മുറിയിൽ കളിക്കവെയാണ് ഈ സഹപാഠിയുടെ ചെരുപ്പ് സൈക്കിൾ ഷെഡിന് മേൽക്കൂരയിൽ വീണതിനെ തുടർന്ന് ഉള്ള ഒരു അപകടം ഉണ്ടാവുകയും തുടർന്ന് മരണം സംഭവിക്കുകയും ഷോക്കേറ്റ് മരണം സംഭവിക്കുകയും ചെയ്തത്. സ്കൂളിലെ ഏറ്റവും പഴക്കമുള്ള ഒരു ഓടുമേഞ്ഞ കെട്ടിടത്തിലായിരുന്നു ഈ 8ാം ക്ലാസ് ബി ഡിവിഷനിലായിരുന്നു മിഥുൻ പഠിച്ചിരുന്നത്, ബി ഡിവിഷൻ പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ കെട്ടിടത്തിൽ നിന്ന് ഏകദേശം ഒരു 8 അടി മാത്രം ഉയരമായിരുന്നു ഈ 3 ഫേസ് ലൈൻ കടന്നുപോയത്. അങ്ങനെയാണ് ഷീറ്റിന് മുകളിൽ നിന്നും ഷോക്കേറ്റ് ദാരുണമായ ഒരു അന്ത്യം സംഭവിച്ചത്. എന്തായാലും ഈ ഒരു അപകടത്തിന് ശേഷം, ഈ ഒരു ദുരന്തത്തിന് ശേഷം സ്കൂളിൽ വലിയൊരു ക്രമീകരണങ്ങളൊക്കെയാണ് ഒരുക്കിയിരിക്കുന്നത്. മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ 28 ലക്ഷം രൂപയുടെ വലിയൊരു വികസന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ അറ്റകുറ്റപ്പണികളെല്ലാം നടത്തി പൂർണ്ണമായും സുരക്ഷിതമാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അധികൃതരിൽ നിന്നും അറിയാൻ കഴിയുന്നത്. ഇന്നെന്തായാലും പ്രവേശനോത്സവമാണ്. കുരുന്നുകൾ എത്തുന്നുണ്ട്. നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളാണ്. അതുപോലെ തന്നെ ജില്ലയിൽ പല സ്കൂളുകളിലായിട്ടും എല്ലാ സ്കൂളുകളിലും പ്രവേശനോത്സവം ഗംഭീരമായിട്ട് തന്നെയാണ് നടക്കുന്നത്. ജില്ലാ അടിസ്ഥാനത്തിലുള്ള ഉദ്ഘാടനം അഞ്ചൽ സ്കൂളിലാണ് നടക്കുന്നത്. ഷിബു ബേബി ജോണാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നതും. എന്തായാലും ഈ ഒരു സംഭവത്തിന് ശേഷം, അതായത് ഞാൻ സൂചിപ്പിച്ച ഈ മിഥുന്റെ മരണത്തിന് ശേഷം അന്നത്തെ ഹെഡ് മിസ്ട്രസിനെയൊക്കെ സസ്പെൻഡ് ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് അവർ സർവീസിൽ നിന്നും വിരമിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ നേതൃത്വത്തിൽ മിഥുന് ഒരു വീട് ഒരുക്കി നൽകുകയൊക്കെ ചെയ്തിരുന്നു. 20 ലക്ഷം രൂപ ചെലവാക്കിയായിരുന്നു. അപ്പോൾ എന്തായാലും ഈ പുതിയ അധ്യയന വർഷത്തിന് മുന്നോടിയായി വിവിധ സർക്കാർ വകുപ്പുകൾ സ്കൂളിൽ തുടർച്ചയായി തന്നെ പരിശോധനകൾ നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. മൈനാഗപ്പള്ളി പഞ്ചായത്ത്, DO, അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ്, KSEB അധികൃതരെല്ലാം തന്നെ അവിടെ എത്തുകയും സുരക്ഷാ പരിശോധനകളെല്ലാം തന്നെ നടത്തി ഉറപ്പുവരുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. രഞ്ജിത്ത്, തീർച്ചയായും മിഥുൻ്റെ മരണം നമ്മുടെ അതിനുശേഷമാണ് ഇപ്പോൾ കാണുന്നത് പോലെയുള്ള ഇലക്ട്രിക് പരിശോധനകൾ കൂടി പല സ്കൂളുകളിലും ഏർപ്പെടുത്തിയത് എന്നതുകൂടി ഇതിനോട് ചേർത്ത് വെക്കണം. മിഥുൻ്റെ മരണത്തിന് ശേഷം ഈ സ്കൂളുകൾക്ക് സമീപത്തുള്ള ഇലക്ട്രിക് ലൈനുകൾ ഒഴിവാക്കണം. ഫിറ്റ്നസ് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ഇത്തരം ലൈനുകളുടെ സാന്നിധ്യം സ്കൂളിൻ്റെ സമീപത്തോ പരിസരത്തോ ഉണ്ടാകരുത് എന്ന കർശനമായ നിർദ്ദേശം വിദ്യാഭ്യാസ വകുപ്പ് നൽകിയിട്ടുണ്ട് താനും. ഏതായാലും വലിയ ദുഃഖമാണ് മിഥുനുമായി ബന്ധപ്പെട്ട് ഓർക്കുമ്പോൾ. ഈ സ്കൂൾ തുറക്കൽ ദിനത്തിൽ കണ്ണൂർ ജില്ലയിൽ നിന്നൊരു സങ്കട വാർത്ത കൂടി നൽകാനുണ്ട്. 1.5 നൂറ്റാണ്ടിലധികം പഴക്കമുള്ള അഞ്ചരക്കണ്ടി മാമ്പ LP സ്കൂൾ ചരിത്രത്തിൻ്റെ ഭാഗമാവുകയാണ്. എന്ന് വെച്ചാൽ അതിന് പൂട്ടുവീഴുകയാണ്. ഒരു കുട്ടി പോലും ഈ അധ്യയന വർഷം പഠിക്കാനായി ഈ സ്കൂളിലേക്ക് എത്തിയില്ല. തുടർന്നാണ് വേറെ മാർഗമില്ലാതെ ഈ വിദ്യാലയം എന്നേക്കുമായി അടച്ചുപൂട്ടുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ മണ്ഡലത്തിലെ സ്കൂളിലാണ് താഴെ വീഴുന്നത് എന്നതുകൂടി ഓർക്കണം. 1862 സ്ഥാപിതമായ മാമ്പ LP സ്കൂളിന് 164 വർഷത്തെ സുദീർഘമായ ചരിത്രമുണ്ട്. പ്രദേശത്തെ ഒട്ടനവധി തലമുറകൾക്ക് അറിവിന്റെ ആദ്യ പാഠങ്ങൾ പകർന്നു നൽകിയ ഈ വിദ്യാലയത്തിന്റെ പ്രതാപകാലത്ത് 160-ലധികം വിദ്യാർത്ഥികൾ ഇവിടെ ഒരേ സമയം പഠിച്ചിരുന്നു. എന്നാൽ 2002 ശേഷം സ്കൂളിൽ കുട്ടികളുടെ എണ്ണം ക്രമേണ കുറഞ്ഞു വരികയായിരുന്നു. കഴിഞ്ഞ അധ്യയന വർഷം വെറും 8 കുട്ടികൾ മാത്രമാണ് സ്കൂളിൽ അവശേഷിച്ചിരുന്നത്. അതിൽ 2 കുട്ടികൾ 4ാം ക്ലാസ് പൂർത്തിയാക്കി മറ്റ് സ്കൂളുകളിലേക്ക് മാറിപ്പോയി. സ്കൂൾ നടത്തിക്കൊണ്ടുപോകാൻ താല്പര്യമില്ലാത്ത മാനേജർ കഴിഞ്ഞ വർഷം തന്നെ സ്കൂള് അടച്ചുപൂട്ടാൻ അനുമതി തേടി വിദ്യാഭ്യാസ വകുപ്പിന് അപേക്ഷ സമർപ്പിച്ചിരുന്നു. സ്കൂളിന്റെ ഭാവി അനിശ്ചിതത്വത്തിലായതോടെ അവശേഷിച്ച 6 കുട്ടികളുടെ രക്ഷിതാക്കളും TC വാങ്ങി മക്കളെ മറ്റ് വിദ്യാലയങ്ങളിൽ ചേർക്കുകയായിരുന്നു. പ്രധാന അധ്യാപിക ഉൾപ്പെടെ 5 അധ്യാപകരാണ് ഇവിടെ ഉള്ളത്.
ഇതിലൊരാൾ ദിവസക്കൂലി അടിസ്ഥാനത്തിലാണ് ജോലി ചെയ്തിരുന്നത്. സ്കൂളിന്റെ പ്രഥമ അധ്യാപിക കഴിഞ്ഞ ദിവസം സർവീസിൽ നിന്നും വിരമിച്ചു. സ്ഥിര നിയമനമുള്ള അവശേഷിക്കുന്ന 3 അധ്യാപകരെ തസ്തിക നഷ്ടപ്പെടുന്ന മുറയ്ക്ക് മറ്റ് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ ഒഴിവുകളിലേക്ക് പുനർവിന്യസിക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. പുത്തൻ കുടകളും ചൂടി കളിച്ചിരികളോടെ കുരുന്നുകൾ അറിവിന്റെ പുതിയ ലോകത്തേക്ക് കാൽവെക്കുന്ന ഈ സുദിനത്തിൽ മാമ്പ LP സ്കൂളിന്റെ മുറ്റം മാത്രം വിജനമാണ്. ആരെയും വരവേൽക്കാനില്ലാതെ, ഒരു തുണ്ടക്ഷരം പോലും കാതോർക്കാനില്ലാതെ ആ ക്ലാസ് മുറികൾ ഇന്ന് മൂകമായി നിലകൊള്ളുന്നു. 1.5 നൂറ്റാണ്ടുകാലം ഒരു നാടിനാകെ വെളിച്ചം പകർന്നു നൽകിയ എത്രയോ പ്രഗത്ഭരെ വാർത്തെടുത്ത ആ അക്ഷരമുറ്റം ഇനി വെറുമൊരു ഓർമ്മചിത്രം മാത്രം. കുട്ടികളുടെ ആരവമില്ലാത്ത ഈ ജൂൺ 1 മാമ്പ LP സ്കൂളിനെ സ്നേഹിച്ച എല്ലാവർക്കും കണ്ണീരണിയിക്കുന്ന ഒരു നോവായി അവശേഷിക്കും. ന്യൂസ് 18 കണ്ണൂർ. പ്രവേശന ഉത്സവത്തോടനുബന്ധിച്ച് പതിവ് മുടങ്ങാതെ സ്കൂൾ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ എത്തിക്കുകയാണ് ഒരു കൂട്ടം ആളുകൾ. എറണാകുളം കലൂരിൽ പ്രവർത്തിക്കുന്ന റെഡ് ബീറ്റ്സ് കറുകപ്പള്ളി എന്ന സംഘടനയും ദേശാഭിമാനി റോഡ് കറുകപ്പള്ളി കൂട്ടായ്മയും ചേർന്ന് 500-ലധികം വിദ്യാർത്ഥികൾക്കാണ് പഠനോപകരണങ്ങൾ നൽകിയത്. കഴിഞ്ഞ 22 വർഷമായി മുടങ്ങാതെ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു വരികയാണ് ഇവർ. നോട്ട് ബുക്കുകൾ, സ്കൂൾ ബാഗ്, കുട, ടിഫിൻ ബോക്സ്, പേനകൾ, പെൻസിലുകൾ, പൗച്ച്, പെൻസിൽ ഷാർപ്നർ എന്നിവ ഉൾപ്പെടുന്നതാണ് ഓരോ കിറ്റുകളും. ഹൈബീഡൻ MP, സംവിധായകൻ നാദിർ ഷാ, ചലച്ചിത്ര താരം ടിനി ടോം, DRK സെക്രട്ടറി സിദ്ദിഖ് മല്ലിശ്ശേരി, പ്രസിഡന്റ് താഹ തുടങ്ങിയവർ ഈ ചടങ്ങിന്റെ ഭാഗമായി. അപ്പോൾ നമുക്ക് സ്കൂൾ തുറക്കുന്ന വാർത്തകൾ സജീവമായി തന്നെ ഈ ദിവസം ന്യൂസ് 8 ഉണ്ടാകും. 9 മണിയോടുകൂടി തത്സമയം വിവിധ സ്കൂളുകളിൽ ഞങ്ങളുടെ പ്രതിനിധികൾ ചേരും. അതിനു മുൻപ് ഇത് അല്പം നമുക്കൊരു ഇടുത്തി ഉണ്ടാക്കുന്ന വാർത്ത കൂടിയുണ്ട്. പാചകവാതക വില വീണ്ടും കൂട്ടി എന്നുള്ളതാണ്. ഗാർഹിക പാചകവാതക സിലിണ്ടറിന് വില കൂടിയിട്ടില്ല എന്ന ആശ്വാസമാണ്. പക്ഷേ വാണിജ്യ പാചകവാതക സിലിണ്ടറിൻ്റെ വില 46 രൂപയാണ് വർദ്ധിച്ചത്. ഒരു സിലിണ്ടറിന് ഇപ്പോൾ 3131 രൂപ നൽകണം. ഇത് വലിയ കനത്ത തിരിച്ചടിയാണ് ഹോട്ടലുകൾക്കും മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾക്കും മറ്റുമെന്ന കാര്യത്തിൽ സംശയമില്ല. വിലക്കയറ്റം ഹോട്ടൽ മേഖലയെ ബാധിക്കും എന്ന ആശങ്ക ഹോട്ടൽ ഉടമകൾ പങ്കുവെക്കുന്നുണ്ട്. പാചകവാതകത്തിനും പാൽ ഉൽപ്പന്നങ്ങൾക്കുമാണ് വില കൂടിയത്. ഹോട്ടൽ ഭക്ഷണത്തിന് ഇനിയും ചിലവ് കൂടും. കാരണം ചായക്കൊക്കെ നേരത്തെ 10 രൂപയായിരുന്നത് ഇപ്പോൾ 12 ആക്കി, അതിപ്പോൾ 15 ആക്കുമെന്ന് ചില ചെറിയ ചായ കച്ചവടക്കാരൊക്കെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അല്ലാതെ അവർക്ക് വേറെ മാർഗ്ഗമില്ല എന്നാണ് പറയുന്നത്. പാലിന് കൂടി വില വർദ്ധിക്കുമ്പോൾ സാധാരണക്കാരൻ്റെ വയറ്റത്തടിക്കും അത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിനിടെ മിൽമ പാലിനും തൈരിനും വില വർധന ഇന്ന് മുതലാണ് പ്രാബല്യത്തിൽ വരിക. പാൽ വില ലിറ്ററിന് 4 രൂപയും തൈരിന് കിലോഗ്രാമിന് 10 രൂപയും കൂടും. പുതിയ പാക്കറ്റുകൾ വരുന്നതുവരെ പഴയ വില പ്രിന്റ് ചെയ്ത കവറുകളിലായിരിക്കും പാൽ കിട്ടുക. നെയ്യടക്കം മറ്റ് ഉൽപ്പന്നങ്ങൾക്കും താമസിയാതെ വില ഉയരും എന്നുള്ള മുന്നറിയിപ്പ് കൂടിയുണ്ട്. മറ്റ് പാൽ ഉൽപ്പന്നങ്ങൾക്കും വരും ദിവസങ്ങളിൽ വില ഉയരും എന്ന കാര്യത്തിൽ സംശയമില്ല. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവെക്കും. ഡാന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതാണ് ഈ വില വർധനവ്. അതിപ്പോൾ നിലവിൽ വരികയാണ്. അതൊരു സ്കൂൾ തുറക്കുന്ന ദിവസമാണ്, ഒരു പുതിയ അധ്യയന വർഷത്തിൻ്റെ ആരംഭമാണ് എന്നതുകൂടി പ്രത്യേകതയാണ്. ഇനിയും വില കൂടുന്നത് പല ഉൽപ്പന്നങ്ങൾക്കും വില കൂടുന്നത് തുടർന്നേക്കാം അല്ലേ? പാചകവാതകത്തിന് പിന്നാലെയാണ് പാൽ ഉൽപ്പന്നങ്ങൾക്കും പാലിനുമൊക്കെ വില വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. സൂചിപ്പിച്ച പോലെ 4 രൂപയാണ് പാലിന് ലിറ്ററിന് വർദ്ധിച്ചിരിക്കുന്നത്. അതേസമയം തൈരിനാകട്ടെ കിലോഗ്രാമിന് 10 രൂപയും മഞ്ഞ കവർ പാലിന് 27 രൂപയും നീല കവർ പാലിന് 30 രൂപയും ഓറഞ്ച് കവർ പാലിന് 30 രൂപയും പച്ച കവറിലുള്ള പാലിന് 32 രൂപയുമായിരിക്കും ഇനി മുതൽ ഈടാക്കുക. തൈര് ക്ലാസിക് അതിന് പാക്കറ്റിന് 40 രൂപയാകും. തൈര് എലൈറ്റിന് 45 രൂപ. ഇങ്ങനെയാണ് മിൽമയുടെ വില വർധനവ്. ഇത് ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. പക്ഷേ പുതിയ കവറുകളൊക്കെ പ്രിന്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പഴയ കവറിൽ തന്നെ ആയിരിക്കും പാൽ എത്തുക. പക്ഷേ നമ്മൾ കൊടുക്കേണ്ടി വരുന്ന വില വർദ്ധിപ്പിച്ച വിലയായിരിക്കും എന്നതാണ് കൗതുകം. ഞാനിപ്പോൾ ഉള്ളത് വലിയ തുറയിലുള്ള ഒരു ചെറിയ ചായക്കടയിലാണ്. ഇവിടെ ചേട്ടാ, ചായക്ക് എത്രയാണ് ഇപ്പോൾ? ഇപ്പോൾ നമ്മൾ 12 രൂപ ഈടാക്കിക്കൊണ്ടെങ്കിൽ ഇന്ന് മുതൽ നമ്മൾ 15 രൂപ ഈടാക്കും. കാരണം പാലിൻ്റെ വില കൂടിയതുകൊണ്ടും ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും നമുക്ക് ഇനി 15 രൂപ വെച്ച് വാങ്ങിക്കാനേ പറ്റത്തുള്ളൂ. ആൾക്കാരൊക്കെ സഹകരിക്കുമോ ഈ 15 രൂപ ചായക്കെന്ന് പറയും? 15 രൂപ ചായ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്യാസിൻ്റെയും പാലിൻ്റെയും വില കൂടുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക്
അതിന് ചെയ്താലല്ലേ പറ്റുള്ളൂ. കാരണം നമുക്ക് വില കൂട്ടാതിരിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഇതുകൊണ്ട് ജീവിക്കുന്നതാണ്. കാരണം ചായ 5-10 കവർ പാലടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടാൻ വേണ്ടിയാണ്? കാരണം ഇതുപോലെ വില കൂടി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് വില കൂട്ടിയാലേ പറ്റുള്ളൂ. ചായയുടെ വില കൂടുക, വില കൂടിയെന്നാൽ കുടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. കുടിക്കാതിരിക്കാൻ പറ്റില്ല. ഇവിടെ അല്ല, പണി ഇങ്ങോട്ടെങ്കിൽ ഇവിടെ കുടിക്കും, അങ്ങോട്ടെങ്കിൽ അവിടെ നിന്ന് കുടിക്കും. അപ്പം അവർ പറയുന്ന ന്യായം ഉണ്ടെന്ന് തോന്നുന്നല്ലേ? ന്യായം തന്നെ. പിന്നെ അവര് നഷ്ടതി കൊടുക്കാൻ പറ്റൂലല്ലോ. ചായ കുടിച്ചല്ലേ പറ്റുള്ളൂ. ചായ കുടിക്കുന്നതിന് കുടിച്ചല്ലേ പറ്റുള്ളൂ. 15 20 കൊടുത്തേ പറ്റൂ. അപ്പോൾ അത്തരത്തിലാണ് പ്രതികരണങ്ങൾ. 15 രൂപയിലേക്ക് 12 രൂപയായിരുന്നു ചായക്കടകളിലൊക്കെ ഈടായിക്കൊണ്ടിരുന്നത്. അത് 3 രൂപയുടെ കൂട്ടാനുള്ളൊരു പരിപാടിയിലാണ്. കാരണം 15 രൂപയാക്കാതെ രക്ഷയില്ല എന്നാണ് ചെറുകിട കച്ചവടക്കാർ വരെ പറയുന്നത്. അപ്പോൾ ഹോട്ടലുകളുടെയൊക്കെ കാര്യം പറയേണ്ടതില്ല. അപ്പം ഗണ്യമായൊരു വില വർധനവ് പ്രതീക്ഷിക്കാം ഹോട്ടലുകളിലൊക്കെ ഇന്നു മുതൽ. കാരണം പാചകവാതകത്തിനും പാലിനും പാലുൽപ്പന്നങ്ങൾക്കുമൊക്കെ ഒരേ സമയം വില കൂടുന്ന ഒരു സാഹചര്യം അത് വളരെ അപ്രതീക്ഷിതമായി ഒരു കൂനിന്മേൽ കുരു പോലെ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഏത് തരത്തിലായിരിക്കും ഇത് ഹോട്ടലുകളെ ഇനി ബാധിക്കുക എന്നതൊക്കെയാണ് അറിയാനുള്ളത്. വൈകാതെ തന്നെ പുതുക്കിയ വിലവിവര പട്ടികയൊക്കെ പുറത്തു വരുമായിരിക്കും. എന്തായാലും മലയാളികളെ സംബന്ധിച്ച് സാധാരണ ചായക്കടയിൽ നിന്നൊരു ചായ മേടിക്കുമ്പോൾ 15 രൂപ കൊടുക്കേണ്ടി വരുന്ന സവിശേഷമായ ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ ഈ വില വർധനം അവരെ കൊണ്ട് എത്തിച്ചിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം. അപ്പോൾ നമുക്ക് അങ്ങനെയാണ് സാഹചര്യം. പാലിനും തൈരിനും ഒക്കെ വില കൂടുകയാണ്. ഗ്യാസിന് വാണിജ്യ സിലിണ്ടറിന് വില കൂടി. അപ്പോൾ 10 രൂപയ്ക്ക് കുടിച്ചുകൊണ്ടിരുന്ന ചായ ഇനി 12 12 നിന്ന് 15 കച്ചവടക്കാർ ഉയർത്തുന്ന സാഹചര്യമാണ്. പക്ഷേ ഈ ചായ കുടിക്കുന്നവർക്ക് ന്യായമുണ്ട്. കാരണം വില വർധനവ് കച്ചവടക്കാരെയാണല്ലോ ഏറ്റവും കൂടുതൽ ബാധിക്കുക. നഷ്ടം സഹിച്ച് അവർക്ക് ഒരു പ്രോഡക്റ്റ് വിൽക്കാനാവില്ല. സ്വാഭാവികമായും 15 രൂപ കൊടുത്തും ഞങ്ങൾ ചായ കുടിക്കുമെന്നാണ് സ്ഥിരം ചായപ്രേമികൾ പറയുന്നത്. നമുക്ക് തിരിച്ചു വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം. അപ്പോൾ IPL തുടർച്ചയായ 2ാം കിരീട നേട്ടം സ്വന്തമാക്കി ചരിത്രത്തിനൊപ്പം എത്തിയിരിക്കുകയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. ഇന്നലെ നടന്ന ആവേശകരമായ മത്സരത്തിലാണ് വിരാട് കോഹ്ലിയുടെ തോളിലേറി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ കിരീട നേട്ടം സ്വന്തമാക്കിയത്. ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ 5 വിക്കറ്റിന് തകർത്തു. അങ്ങനെ ശുഭ്മാൻ ഗില്ലിൻ്റെ വലിയ പ്രതീക്ഷ അസ്തമിക്കുകയാണ് ഉണ്ടായത്. വിരാട് കോഹ്ലി തന്നെയാണ് സ്വാഭാവിക മാൻ ഓഫ് ദി മാച്ച് അവാർഡ് സ്വന്തമാക്കിയ ആൾ. വൈഭവ് സൂര്യവംശിക്ക് 4 പുരസ്കാരങ്ങളാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഓറഞ്ച് ക്യാപ്പാണ്. 10 മത്സരങ്ങളിൽ നിന്ന് 700-ലധികം റൺസ് അടിച്ചുകൂട്ടിയാണ് വൈഭവ് ഓറഞ്ച് ക്യാപ്പ് സ്വന്തമാക്കിയത്. അത് മാത്രമല്ല ഏറ്റവും കൂടുതൽ സിക്സറുകൾ അടിക്കുന്ന താരം, ഏറ്റവും കൂടുതൽ വളരെ കുറഞ്ഞ പന്തിൽ 1000 റൺസ് തേക്കുന്ന താരം. അങ്ങനെ ഈ IPL-ലെ വണ്ടർ ബോയിയായി അക്ഷരാർത്ഥത്തിൽ വൈഭവ് മാറി എന്നത് പ്രധാനമാണ്. മറ്റൊന്ന് ഒരുപക്ഷേ ഈ IPL കളിച്ച ഏറ്റവും പ്രായം കൂടിയ താരമായ വിരാട് കോഹ്ലിയാണ് മാൻ ഓഫ് ദി മാച്ച് ഫൈനൽ മത്സരത്തിൽ എന്നതുകൂടി നമ്മൾ ചേർത്ത് വെക്കണം. അങ്ങനെ 2 തലമുറകളുടെ ഒരു വലിയ ഉയർച്ച കൂടി നമ്മൾ ഈ IPL കിരീടത്തിൽ കണ്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഹരികൃഷ്ണൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ഹരി, അക്ഷരാർത്ഥത്തിൽ കോഹ്ലിയുടെ താണ്ഡവം എന്ന് വിശേഷിപ്പിക്കാം. കാരണം കോഹ്ലിക്ക് മുന്നിലൊന്നും ഒരു വലിയ സ്കോർ ആയിരുന്നില്ല. നമ്മൾ ഈ ആദ്യം ഗുജറാത്തിൻ്റെ ബാറ്റിംഗ് കണ്ട് അവരുടെ ഒരു തകർച്ച കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അവിടെ ആകെ പെർഫോം ചെയ്തത് കേവലം ഒരു ബാറ്റർക്ക് മാത്രമാണ് സംഭവിച്ചത്. അവരുടെ പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ പെട്ടെന്ന് പവലിയനിലേക്ക് മടങ്ങുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ തന്നെ ഏതാണ്ട് ജാതകം കുറിച്ചിരുന്നു അല്ലേ IPL കിരീടത്തിൻ്റെ? ടോസ് ബാംഗ്ലൂർ നേടിയപ്പോൾ തന്നെ ഏകദേശം ഒരു 40% ജാതകം കുറിച്ചതാണ്. കാരണം അഹമ്മദാബാദ് പിച്ചിൽ ടോസ് നേടി ബൗളിംഗ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ 40% വിജയം കൈവെള്ളയിൽ ഇരിക്കും എന്ന് തന്നെയായിരുന്നു കണക്കുകൂട്ടൽ. അത് തന്നെയാണ് സംഭവിച്ചത്. ഗുജറാത്തിന് ടോസ് പിഴച്ചതോടുകൂടി തന്നെ അവർ ടീം ഒട്ടാകെ തന്നെ പിഴയ്ക്കുന്ന അവസ്ഥയിലേക്ക് പോയി. ശുഭ്മൻ ഗില്ലും സായ് സുദർശനും വേണ്ട രീതിയിൽ പ്രകടനം നടത്താൻ കഴിഞ്ഞില്ല. അവർ പവർ പ്ലേയിൽ തന്നെ പുറത്തുപോയി. വാഷിംഗ്ടൺ സുന്ദർ മാത്രമാണ് 50 റൺ നേടിയത്. അതും 37 പന്തുകൾ എടുത്തു. അങ്ങനെ വളരെ സ്ലോ പിച്ചായിരിക്കും എന്ന് കരുതി, ബോളൊന്നും ബാറ്റിലേക്ക് വരുന്നില്ല എന്ന് കരുതി ഗുജറാത്ത് ടൈറ്റൻസ് 155-ന് അവസാനിക്കുകയായിരുന്നു. പക്ഷേ മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ബാംഗ്ലൂർ ഈ പിച്ചിന് ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് അവരെ കളിച്ചത്. സ്വാഭാവികമായിട്ടും കണ്ടീഷൻസിന് ആനുകൂല്യവും ബാംഗ്ലൂരിനുണ്ടായിരുന്നു. അത് മുതലാക്കുകയും ചെയ്തു. തുടക്കം തൊട്ട് ഒടുക്കം വരെ മുൻ ക്യാപ്റ്റനായ വിരാട് കോഹ്ലി ഉണ്ടായിരുന്നു. 75 റൺസ്. അദ്ദേഹത്തിൻ്റെ IPL തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഹാഫ് സെഞ്ചുറിയും കൂടി കുറിച്ചത് ഈ ഫൈനൽ മത്സരത്തിലാണ്, IPL കരിയറിൽ തന്നെ. അപ്പോൾ അതും സംഭവിക്കുകയും ചെയ്തു. ഭയങ്കര വലിയ തുടക്കമായിരുന്നു വെങ്കടേഷ് അയ്യറും വിരാട് കോഹ്ലിയും ചേർന്ന് നൽകിയത്. അങ്ങനെ 18 ഓവറിൽ കളി കഥം. പക്ഷേ ഒരു 1 സൈഡ് ഗെയിമാണെന്ന് തന്നെ
പറയേണ്ടി വരും. ഫൈനലിൻ്റെ വലിയൊരു ആവേശം, അങ്ങനെ രണ്ട് ടീമുകൾ തമ്മിലുള്ള ഗംഭീരമായ ആവേശം ഒന്നും തന്നെ കഴിഞ്ഞ മത്സരത്തിൽ ഇല്ലായിരുന്നു. ഫസ്റ്റ് ഇന്നിങ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഫസ്റ്റ് ഇന്നിങ്സിൻ്റെ പകുതിയോടുകൂടി തന്നെ ജയം RCBക്ക് ആയിരിക്കും എന്ന് തന്നെയാണ് കരുതിയിരുന്നത്. പക്ഷേ വൈഭവ് സൂര്യവംശി, രഞ്ജിത്ത് ആ ഒരു സംഭവം കോട്ട് ചെയ്ത് ഇഷ്ടപ്പെട്ടു. അതായത് ഏറ്റവും പ്രായം കൂടിയ ആൾ മാൻ ഓഫ് ദ മാച്ചായി, ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ, IPL തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ 4 അവാർഡുകൾ സ്വന്തമാക്കുകയും ചെയ്തത്. സൂപ്പർ സിക്സസ് അവാർഡ്, എമേർജിംഗ് അവാർഡ്, സൂപ്പർ സ്ട്രൈക്കർ അവാർഡ്, ഓറഞ്ച് ക്യാപ്പ്, ഈ 4 അവാർഡുകളാണ്. 776 റൺസാണ് വൈഭവ് സൂര്യവംശി ഈ IPL സീസണിൽ കുറിച്ചിരിക്കുന്നത്. 2ാം സ്ഥാനത്ത് ശുഭ്മൻ ഗിൽ, 3ാം സ്ഥാനത്ത് സായ് സുദർശൻ. ഈ ശുഭ്മൻ ഗില്ലും സായ് സുദർശനും കഴിഞ്ഞ മത്സരം ഗംഭീരമായിട്ട് കളിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ വൈഭവിനെ ഓവർടേക്ക് ചെയ്തേനെ. പക്ഷേ എന്തോ വൈഭവിനാണ് ആ ഓറഞ്ച് ക്യാപ്പ് നന്നായിട്ട് ചേരുന്നതെന്ന് തെളിയിക്കുന്ന പോലെയായിരുന്നു. വൈഭവ് ഇന്നലെ കഴിഞ്ഞ മത്സരം പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിലും ഉണ്ടായിരുന്നു. ഈ 4 അവാർഡുകളും സ്വീകരിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. 15 വയസ്സും 61 ദിവസവുമാണ് ഇപ്പോൾ വൈഭവ് സൂര്യവംശിയുടെ പ്രായം. ഇത്രയും പ്രായം കുറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ ഇത്രയും അവാർഡുകൾ കരസ്ഥമാക്കുന്ന ഒരു പക്ഷേ ആദ്യമായിട്ടാണ്. ഇനി അങ്ങനെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ കഴിയുമോ എന്നതുപോലും അറിയില്ല. വൈഭവ് ഇന്ത്യൻ ടീമിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ 2ാം തവണ തുടർച്ചയായി ഡിഫെൻഡിംഗ് ചാമ്പ്യൻസ് IPL കിരീടം നേടുന്നു. അത് മുംബൈ ഇന്ത്യൻസിനും ചെന്നൈ സൂപ്പർ കിങ്സിന് ശേഷം അത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരായി മാറുന്നു. അവർക്ക് ഇത് ഗുജറാത്തിൽ നടന്ന മത്സരമാണ്. പക്ഷേ കാണികൾ ഏകദേശം 1,10,000-ഓളം കാണികൾ അവിടെ ഗ്രൗണ്ടിലുണ്ടായിരുന്നു. RCBക്ക് വേണ്ടിയിട്ടാണ് അവർ കൈയടിച്ചത് ബഹുഭൂരിപക്ഷം ആളുകൾ. അത് മത്സരം നമ്മൾ തുടങ്ങിയപ്പോൾ തൊട്ട് അവസാനം വരെ കാണുമ്പോൾ പോലും വ്യക്തമായിരുന്നു. അതിനിടയിൽ കുറച്ച് വിവാദങ്ങളും IPLുമായി ബന്ധപ്പെട്ട് ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മത്സരത്തിന് ശേഷം ആകാശത്തുകൂടെയുള്ള ഫയർ വർക്ക്സ് ഡിസ്പ്ലേയുടെ ഇടയിൽ തൃശൂലവും ശിവഭഗവാന്റെ ശില്പമൊക്കെ പ്രത്യക്ഷപ്പെട്ടത് കാണുന്നുണ്ട്. IPL എന്തിനാണ് അങ്ങനെ ഒരു മതത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്നതെന്നുള്ളൊരു സ്വാഭാവികമായിട്ടുള്ള ചർച്ച സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഭംഗി കെടുത്താത്ത രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ മാറുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ വിരാട് കോഹ്ലി ഇത് ലാസ്റ്റ് IPL സീസണാണോ അല്ലെങ്കിൽ ഇനിയും IPL കളിക്കുമോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ അവിടെ അവശേഷിക്കുന്നുണ്ട്. അതിപ്പോഴും ബാക്കിയാണ്. പക്ഷേ എന്നാൽ പോലും 2ാം തവണ ഡിഫെൻഡിംഗ് ചാമ്പ്യൻസിന് കിരീടം കിട്ടുന്നു. അവിടെ മത്സരത്തിന് ശേഷം ക്യാപ്റ്റനായ രജത് പതീദാർ ബാംഗ്ലൂർ ആരാധകർക്ക് വീണ്ടും നന്ദി പറയുന്നു. ഈ കപ്പ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറയുന്നു. അങ്ങനെ വലിയൊരു മത്സരം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ ഫൈനലിൻ്റെ ഒരു ത്രില്ലൊന്നും ഉണ്ടായിരുന്നില്ല. അതാണ് ഒരു പ്രശ്നം ഹരി. ഇത്രയും ദിവസത്തെ നമുക്ക് എലിമിനേറ്റർ ആയാലും മറ്റ് സെമി ഫൈനൽ മത്സരങ്ങളൊക്കെ ആയാലും വലിയ ആവേശമായിരുന്നു, ആവേശ കാഴ്ചകൾ കണ്ടു. പക്ഷേ ഒരു തണുത്ത മത്സരം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഒപ്പം കഴിഞ്ഞ തവണ നമുക്കറിയാം ഈ വിജയാഘോഷത്തിന് ശേഷം ബാംഗ്ലൂരിലുമായി ബന്ധപ്പെട്ട് നടന്ന അനിഷ്ട സംഭവങ്ങളൊക്കെ വലിയ ആവേശത്തിലാണ് ബംഗളൂരു ആരാധകർ. 2ാം കിരീടമൊക്കെ നേടിയപ്പോൾ ഇനിയും ജാഗ്രതയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതും RCBക്ക് മുന്നിൽ വലിയ ചലഞ്ചാണ്. തീർച്ചയായും അതിൽ ആദ്യത്തെ കാര്യം ഫൈനലിൻ്റെ ആവേശം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇതേ RCBയും GTയും തമ്മിലുള്ള ക്വാളിഫയർ 1 മത്സരത്തിൽ 92 റൺസിനാണ് ബാംഗ്ലൂർ ജയിച്ചത്. പക്ഷേ ഫൈനലിലേക്ക് വന്നപ്പോഴും അതുപോലെയായിരുന്നു അവസ്ഥ. ഗുജറാത്തിന് വളരെ കഷ്ടപ്പെട്ടാണ് 155-ലെത്തിയത്. വാഷിംഗ്ടൺ സുന്ദറിലായിരുന്നെങ്കിൽ ആ ഒരു സ്കോറിലേക്കും എത്തില്ലായിരുന്നു. വാഷിംഗ്ടൺ സുന്ദർ ഒരിടത്ത് പിടിച്ചു നിന്നതുകൊണ്ടാണ്. ഇനി മറ്റൊരു കാര്യം, ഈ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ബാംഗ്ലൂരിലുണ്ടായ സ്റ്റാമ്പേഡാണ്. അത് ഇത്രയും അധികം ആളുകൾ മുന്നിലേക്ക് ആദ്യമായി ഒരു 18 വർഷങ്ങൾക്ക് ശേഷം കപ്പ് കൊണ്ട് RCB മാനേജ്മെൻറ്റ് എത്തിയതാണ്. അതിന് ഒരു ജാഗ്രത പ്രശ്നവും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ തന്നെ നമ്മൾ രണ്ടുപേരും കൂടി ഫ്രാൻസിൻ്റെ കാര്യം പറയുകയുണ്ടായി. അവിടെ PSG ആദ്യമായിട്ട് 55 വർഷത്തിന് ശേഷം UEFA ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയപ്പോൾ ഫ്രാൻസ് ഒന്നാകെ തന്നെ ഒരു കലാപഭൂമിയായിട്ട് മാറുന്നത് നമ്മൾ കണ്ടതാണ്. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നത് അതേപോലെ PSG ഡിഫെൻഡിംഗ് ചാമ്പ്യൻസായി വീണ്ടും കിരീടം സ്വന്തമാക്കി. അതുപോലെ തന്നെ IPL കിരീടം ഡിഫെൻഡിംഗ് ചാമ്പ്യൻസായ RCB സ്വന്തമാക്കുന്നു. പക്ഷേ ഇത്തവണ വളരെ ജാഗ്രതയോടെ വളരെ കരുതലോടുകൂടി തന്നെയായിരിക്കും RCB മാനേജ്മെൻറ്റ് നീക്കം എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. കാരണം അവർ പഠിച്ച പാഠമുണ്ട്. അത്രമാത്രം ബാംഗ്ലൂർ ആരാധകരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ സീസണിൽ നിന്ന് ഈ സീസണിലേക്ക് വരുമ്പോഴേക്കും വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ സീസണിൽ ഉടനീളം RCBയും ഉണ്ടായിരുന്നത്. ആ ഫാൻസ് ഒരിക്കലും അവരെ ലോയൽ ഫാൻസ് എന്ന് തന്നെയാണ് എപ്പോഴും RCB ആരാധകരെ വിളിക്കുന്നത്. അപ്പോൾ ആ ഫാൻസിനെ കൃത്യമായി സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ തന്നെയായിരിക്കും ഈ എന്തെങ്കിലും പരിപാടി വയ്ക്കുന്നുണ്ടെങ്കിൽ തന്നെ അത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ കഴിഞ്ഞ വർഷത്തെ പാടുകൾ എപ്പോഴും അവരുടെ മനസ്സിലുണ്ടായിരിക്കും എന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല. പക്ഷേ കഴിഞ്ഞ തവണ ഫ്രാൻസിൻ്റെ കാര്യം കൊണ്ട് നമ്മൾ സംസാരിച്ചപ്പോൾ കൂട്ടി വായിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ബാംഗ്ലൂർ ആരാധകരെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ തന്നെ സീസണിലുടനീളം ഉണ്ടായിരുന്നു. ഫൈനലിലും അതേ തിളക്കത്തോടു കൂടി തന്നെയാണ് താരങ്ങളും കളിച്ചത്. ഏതായാലും 20 കോടി രൂപയാണ് ബംഗളൂരുവിന് അവരുടെ പ്രൈസ് മണിയായി ഇന്ത്യൻ പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാർക്ക് 20 കോടി രൂപയാണ് നൽകുക. റണ്ണേഴ്സപ്പായ ഗുജറാത്തിന് 13 കോടി രൂപ കിട്ടും. 7.5 കോടി ക്വാളിഫയർ റൗണ്ടിൽ രണ്ടിൽ തോറ്റ രാജസ്ഥാൻ റോയൽസിൻ്റെ അക്കൗണ്ടിലേക്ക് എത്തും. 6 കോടി രൂപയാണ് എലിമിനേറ്ററിൽ തോറ്റ സൺറൈസേഴ്സ് ഹൈദരാബാദിന് കിട്ടുക. ടോപ്പ് സ്കോറർ, വിക്കറ്റ് വേട്ടക്കാർ എന്നിവർക്കൊക്കെ 10 ലക്ഷം രൂപ വീതം കിട്ടും. ടൂർണമെൻറ്റിലെ മികച്ച താരത്തിനും ഈ 10 ലക്ഷം രൂപയാണ്. എമേർജിംഗ് താരത്തിന് 20 ലക്ഷം രൂപയാണ്. അതായത് വമ്പൻ പ്രതിഫലമാണ് IPL ജേതാക്കൾക്ക് ലഭിച്ചത്. ഇന്നലെ തന്നെ ഈ പറഞ്ഞ പോലെ പണമൊക്കെ കൈമാറി. അങ്ങനെ ഓരോ തവണയും വലിയ ജനപ്രീതി നേടിക്കൊണ്ട് അതിശക്തമായി തന്നെ പ്രേക്ഷക പ്രീതിയൊക്കെ നേടിക്കൊണ്ട് IPL മത്സരങ്ങൾ അങ്ങനെ പുരോഗമിക്കുകയാണ്.
മന്ത്രിസഭാ രൂപീകരണം കർണാടകയിൽ കോൺഗ്രസിന് കീറാമുട്ടിയാകുന്നു. പുതിയ മുഖ്യമന്ത്രിയായി DK ശിവകുമാർ ജൂൺ 3-ന്, അതായത് ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മുഖ്യമന്ത്രിയോടൊപ്പം 8 മുതൽ 11 വരെ മന്ത്രിമാർ അധികാരമേറ്റേക്കും. എന്നാൽ ഇത് ആരൊക്കെ ആവണം എന്നതിൽ പൂർണ്ണ രൂപമായിട്ടില്ല. ഹൈക്കമാൻഡിന് മുന്നിൽ ഇപ്പോൾ കേരളം കഴിഞ്ഞാൽ അടുത്തൊരു പ്രതിസന്ധിയായി മാറുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഡൽഹിയിലാണ് പ്രധാനപ്പെട്ട ചർച്ചകൾ നടക്കുന്നത്. അതിൻ്റെ കീറാമുട്ടിയെ വരുന്നത് മകൻ യതീന്ദ്രയ്ക്ക് മന്ത്രിസ്ഥാനവും പ്രധാന വകുപ്പും നൽകണമെന്നുള്ള സിദ്ധരാമയ്യയുടെ പ്രധാന ആവശ്യമാണ്. അതിനോട് എങ്ങനെയാണ് DK ശിവകുമാർ പ്രതികരിക്കുക എന്നുള്ളത്, ഉപമുഖ്യമന്ത്രി സ്ഥാനമൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. അതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. പക്ഷേ സിദ്ധരാമയ്യെ പിണക്കാനും ആവില്ല. മനു ഭരത്, ഹൈക്കമാൻഡിന്റെ മുന്നിൽ മറ്റൊരു പ്രതിസന്ധി കൂടി ഉടലെടുത്തിരിക്കുകയാണ്. കേരളത്തിലെ കാര്യം നമുക്കറിയാം. ദീർഘനാളുകൾ ചർച്ച നടന്ന് ഒരു സമവായത്തിലെത്തിക്കാൻ സാധിച്ചു. അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും സമാനമായി തന്നെ DK ശിവകുമാറിനെയാണ് മെരുക്കേണ്ടത്, സിദ്ധരാമയ്യയാണ് മെരുക്കേണ്ടത്. ചെറിയ പണിയല്ല. ഈ സത്യപ്രതിജ്ഞയ്ക്കുള്ള സമയം ഇനി അധികമില്ല. കർണാടകയിൽ അതിന് ഇനി മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുമ്പോൾ ജൂൺ 3-ാം തീയതി 4 മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്യണം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോഴും ഈ മന്ത്രിസഭയെ സംബന്ധിച്ചൊരു അന്തിമ ധാരണയായിട്ടില്ല. എത്ര പേർ സത്യപ്രതിജ്ഞ ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് അന്തിമ ധാരണയായിട്ടില്ല. എത്ര ഉപമുഖ്യമന്ത്രിമാരുണ്ടാകണം എന്നതിനെ സംബന്ധിച്ച് ഒരു അന്തിമ ധാരണയായിട്ടില്ല. ഏതായാലും ഇന്ന് രണ്ടുപേരും ഹൈക്കമാൻഡുമായി ഇന്ന് ചർച്ച നടത്തുന്നു. അതിനായി ഡൽഹിയിലേക്ക് തിരിക്കും. സിദ്ധരാമയ്യയും ശിവകുമാറിൻ്റെയും അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷം ഹൈക്കമാൻഡ് ഇതിലൊരു അന്തിമ തീരുമാനം എടുക്കും എന്നാണ് കർണാടകയിൽ നിന്നുള്ള MLA-മാരും അതുപോലെ കോൺഗ്രസ് നേതാക്കളും ഒക്കെ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഹൈക്കമാൻഡിൻ്റെ തീരുമാനം അന്തിമമായിരിക്കും. അത് ഏത് നിലയ്ക്ക് വേണം എന്നത് ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ചില കോൺഗ്രസ് നേതാക്കൾ, MLA-മാർ ശരൺ പ്രകാശ് പാട്ടീൽ, അതുപോലെ രാഘവേന്ദ്ര ഹിറ്റ്നാൽ, അതുപോലെ ബസനഗൌഡ ദദാൽ തുടങ്ങിയ MLA-മാർ അവരും ഹൈക്കമാൻഡിനെ കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും പലരും ഈ മന്ത്രിസ്ഥാനത്തിനൊക്കെയുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കും. ഏതായാലും MP പാട്ടീലും ദിനേശ് ഗൗഡ റാവുവും മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്നാണ് പ്രധാനമായി കരുതുന്നത്. മധു ബംഗാരപ്പ മറ്റൊരു പ്രധാന MLA ആണ്. അപ്പോൾ ഇവർക്കൊക്കെ സ്ഥാനം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇതിൽ ഒരു കാര്യം, ഈ പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്ന്, ദളിത് വിഭാഗങ്ങളിൽ നിന്നൊക്കെയുള്ള പ്രാതിനിധ്യം, മുനിയപ്പയെ പോലുള്ളവർക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകണം എന്നൊക്കെയുള്ള ആവശ്യം പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. അപ്പോൾ ആ പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്ന് എത്ര പേർക്ക് കിട്ടും, അതുപോലെ ദളിത് പ്രാതിനിധ്യം ഉണ്ടാകുമോ, ഇതൊക്കെ ഒരു വലിയ ചോദ്യചിഹ്നമായി ഉയരുന്നു. അതിനോടൊപ്പമാണ് സിദ്ധരാമയ്യ ചില ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. G. പരമേശ്വരയെ ഒരു പ്രധാന പോർട്ട്ഫോളിയോ നൽകി, അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി ഉൾപ്പെടെ ആക്കി പ്രതിഷ്ഠിക്കണമെന്നൊക്കെ, അല്ലെങ്കിൽ തൻ്റെ മകൻ എന്നൊക്കെയുള്ള ആവശ്യങ്ങളൊക്കെ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ഇതൊക്കെ ഏത് തരത്തിൽ പര്യവസാനിക്കുമെന്നത് വ്യക്തമല്ല. ഏതായാലും സിദ്ധരാമയ്യയുടെ താല്പര്യങ്ങൾ വലിയ തോതിൽ പരിഗണിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും ഹൈക്കമാൻഡ് ഒരു അന്തിമ നിലപാടിലേക്ക് എത്തുക എന്നതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. രഞ്ജിത്ത്, അവിടെ കർണാടകയിലെ പ്രതിസന്ധി പരിഹരിക്കുക എന്നുള്ള വലിയ ഒരു ടാസ്ക് ഹൈക്കമാൻഡിന്റെ മുന്നിലുണ്ട്. അതിൻ്റെ ശ്രമങ്ങൾ കാര്യമായി മുന്നോട്ട് പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിനിടയിൽ പശ്ചിമ ബംഗാളിൽ കടുത്ത രാഷ്ട്രീയ സംഘർഷാവസ്ഥ തുടരുകയാണ്. തൃണമൂൽ കോൺഗ്രസിന്റെ 2 MP-മാരെ ആക്രമിച്ചതിലാണ് BJP-യുമായുള്ള ഏറ്റുമുട്ടൽ. MP-മാർക്ക് നേരെയുണ്ടായത് ജനകീയ രോഷമെന്ന വിശദീകരണമാണ് BJP നൽകുന്നത്. അഭിഷേക് ബാനർജി, കല്യാൺ ബാനർജി എന്നിവർക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. മനു ഭരത് തുടരുന്നുണ്ട്. മനു, തുടർച്ചയായ ആക്രമണങ്ങൾ, അത് നമുക്ക് പൊതുമധ്യത്തിൽ വെച്ച് ഈ MP-മാരെ കയ്യേറ്റം ചെയ്യുന്നു. മമതാ ബാനർജിയുടെ ആശുപത്രിയിൽ അടക്കമുള്ള സീനുകൾ നമ്മൾ കണ്ടതാണ്. ഇതിപ്പോൾ ഉടനെ ഒന്നും അടങ്ങുന്ന ലക്ഷണമില്ല, അല്ലേ? വല്ലാത്ത തലത്തിലെ കാര്യങ്ങൾ മാറുകയാണ് എന്ന രീതിയാണ് പശ്ചിമ ബംഗാളിൽ. രഞ്ജിത്ത്, ഇന്ന് ഒരു വലിയ പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ് മമതാ ബാനർജി. അവിടെ മമതാ ബാനർജി റഷ്മാണി റോഡിൽ ഇന്ന് ഒരു പ്രതിഷേധ യോഗത്തിൽ പങ്കെടുക്കും. അതുകൂടാതെ കർണാടകയിൽ ഉടനീളം തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യ മുന്നണിയിലെ പലരും പിന്തുണയുമായി എത്തിയത് ഒരു ആശ്വാസമാണെന്ന് തൃണമൂൽ നേതൃത്വം പറയുന്നു. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കല്യാൺ ബാനർജിയെയും അതുപോലെ അഭിഷേക് ബാനർജിയെയും ആക്രമിച്ച സംഭവത്തിൽ അതിനെ അവലംബിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ഇത് BJP-യുടെ വികൃതമായ മുഖമാണ് പുറത്തു വന്നിരിക്കുന്നത് എന്നാണ് എക്സിൽ കുറിച്ചത്. മാത്രവുമല്ല, ഇത് ഈ നേതാക്കളെ തെരഞ്ഞെടുത്ത ജനങ്ങൾക്ക് നേരെയുള്ളൊരു അക്രമമായി ഇതിനെ കാണണം. അതുകൊണ്ട് ഇത് ഒരു ഗൗരവത്തിലെടുക്കണം എന്ന് പറയുന്നു. ഒപ്പം തന്നെ BJP-യുടെ ഇത് പ്രതികാരത്തിൻ്റെ രാഷ്ട്രീയമാണ്, അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നൊക്കെയുള്ള ഒരു പ്രതികരണം രാഹുൽ ഗാന്ധി നടത്തുന്നു. മറ്റ് പല ഇന്ത്യ മുന്നണി നേതാക്കളും പിന്തുണ അർപ്പിച്ചു മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു വലിയ പ്രതിഷേധമാക്കാൻ TMC ഒരുങ്ങുന്നു. പക്ഷേ ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം TMC ഒരു യോഗം വിളിച്ചിരുന്നു. ആ യോഗത്തിൽ
പങ്കെടുക്കേണ്ട 80-ൽ 60 പേരും വന്നില്ല. അത് എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. അത് രാഷ്ട്രീയ കോലാഹലങ്ങൾക്ക് വഴിവെക്കുന്നു. ഏതായാലും BJPയും വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു. BJP ഇത് ജനരോഷമാണ്, ഹെൽമെറ്റ് ധരിച്ച് ക്രിക്കറ്റ് കളിക്കാത്ത അല്ലെങ്കിൽ ബൈക്കിൽ യാത്ര ചെയ്യാത്ത ആൾക്ക് നടക്കേണ്ട സാഹചര്യം ബംഗാളിൽ ഉണ്ടായതിനെ പരിഹസിക്കുന്നു. അപ്പോൾ ആളുകൾ, ജനക്കൂട്ടം ഇങ്ങനെ കള്ളൻ എന്നൊക്കെ വിളിച്ചാണ് ഇവരെ ആക്രമിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ ഇതൊക്കെ ജനങ്ങൾ കാണുന്നു എന്ന തരത്തിൽ, ഇത് ജനകീയ രോഷമാണെന്ന തരത്തിൽ, തങ്ങൾക്കിതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്ന നിലപാട് BJPയും സ്വീകരിക്കുന്നു. ഏതായാലും ഇത് വലിയ തോതിലുള്ള പ്രതിഷേധം കാളിഘട്ടിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ വലിയ തോതിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളും പ്രതിഷേധ യോഗങ്ങളുമൊക്കെ സംഘടിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ TMC ഉള്ളത്. മനു ഭരതാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമ്മൾ തുടക്കത്തിൽ സ്കൂൾ പ്രവേശനോത്സവ വാർത്തകൾ കണ്ടു. സ്കൂൾ പ്രവേശനോത്സവത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുകയാണ്. തിരുവനന്തപുരത്താണ് സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവത്തിൻ്റെ ഉദ്ഘാടനം. കണ്ണൂർ മാമ്പ സ്കൂൾ അടച്ചുപൂട്ടുന്ന വാർത്തയും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് കണ്ടു. അതുപോലെ തന്നെ മറ്റൊരു സ്കൂൾ കൂടിയുണ്ട് മലപ്പുറത്ത്. പുലാമന്തോൾ ALP സ്കൂളിലാണ് താഴ് വീഴുന്നത്. കുട്ടികളില്ലാത്തതാണ് ഈ സ്കൂളും പൂട്ടാൻ കാരണം. CB അനുമോദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. അനുമോദ്, പുലാമന്തോൾ സ്കൂൾ ഒരുപക്ഷെ ഒരുപാട് ചരിത്രമൊക്കെയുള്ള ഒരുപാട് കുരുന്നുകളുടെ കാഴ്ചകളൊക്കെ കണ്ട ഒരു സ്കൂളാണ്. അവിടെ ഇപ്പോൾ ഇന്ന് അത്ര സുഖകരമല്ല കാര്യങ്ങൾ. എന്താണ് സ്കൂളുമായി ബന്ധപ്പെട്ടവർക്ക് പറയാനുള്ളത്? ഇങ്ങനെ കുട്ടികളില്ലാതാകുന്നതിന് പലവിധ കാര്യങ്ങൾ ഉണ്ടാകുമല്ലോ. രഞ്ജിത്ത്, നമ്മൾ പുലാമന്തോളിലാണ് നിൽക്കുന്നത്. എനിക്ക് പിന്നിൽ കാണാം AMLP സ്കൂൾ പാലൂർ പോസ്റ്റ് പുലാമന്തോൾ. മറ്റെല്ലാ സ്കൂളിലും ഇന്ന് രാവിലെ പ്രവേശനോത്സവത്തിൻ്റെ ആരവം മുഴങ്ങുമ്പോൾ ഇവിടേക്ക് നമ്മൾ കിടക്കുമ്പോൾ നിശബ്ദമാണ് ഈ സ്കൂള്. സ്ഥലപരിമിതി തന്നെയാണ് ഈ സ്കൂളിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ആകെ ഒരു 4 മുറി കെട്ടിടം മാത്രമാണുള്ളത്. വർഷങ്ങൾ പഴക്കമുള്ള ഒരു കെട്ടിടം. ഏകദേശം ഒരു നൂറ്റാണ്ടോളം പഴക്കമുണ്ട് ഈ സ്കൂളിന്. സ്വാതന്ത്ര്യത്തിന് മുൻപേ ഉള്ള സ്കൂളാണ് എന്നാണ് ചരിത്രം അറിയുന്നവരൊക്കെ പറയുന്നത്. ഈ പുലാമന്തോൾ നഗരത്തിൻ്റെ ഹൃദയത്തിൽ എന്ന് തന്നെ പറയാം. ഹൃദയത്തിലാണ് ഈ സ്കൂൾ നിൽക്കുന്നത്. അപ്പോൾ സ്ഥലപരിമിതി മുതൽ ഇവിടെ പലവിധ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി കുട്ടികളും വളരെ കുറവാണ് സ്കൂളിൽ. അതുകൊണ്ട് ഈ സ്കൂൾ നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമാണ് എന്നാണ് മാനേജ്മെൻറ്റ് പറയുന്നത്. നമ്മളൊപ്പം ഇവിടുത്തെ ജനപ്രതിനിധികളും അതേ പൊതുപ്രവർത്തകരും മാനേജ്മെൻറ്റ് പ്രതിനിധിയൊക്കെ ഉണ്ട്. ആദ്യം മാനേജ്മെൻറ്റിൻ്റെ പ്രതിനിധികൾ നമുക്ക് പോകാം. അതുറമൊക്കെ എന്തുകൊണ്ടാണ് ഇത്തവണ സ്കൂളിൽ പ്രവേശനോത്സവമൊന്നും ഇല്ലാത്ത? സ്കൂള് അടച്ചുപൂട്ടുന്നതിൻ്റെ വക്കിലാണോ ഇപ്പോൾ? തന്നെയാണ്. എന്തുകൊണ്ടാണ് അത്? വലിയ കുട്ടികൾക്കുള്ള വലിയ സൗകര്യങ്ങളില്ലാത്തതുകൊണ്ട്. അപ്പോൾ നമ്മളത് ഒരുക്കി കൊടുക്കാൻ നമുക്ക് പറ്റാത്തതാണോ? ഇപ്പം അതിനുള്ള സൗകര്യം ഇല്ല. അതാണ് കുട്ടികളുണ്ടെങ്കിലല്ലോ അതിന് ചെയ്യാൻ പറ്റുള്ളൂ. അതൊന്നും കുട്ടികളില്ല. ഈ പ്രേമലത ടീച്ചർ മെമ്പറാണ് ഇവിടുത്തെ. ടീച്ചറെ, ഒരു സ്കൂൾ അടച്ചു കൂട്ടാന്ന് വെച്ചാൽ ടീച്ചർ കൂടിയാണല്ലോ. ആർക്കും അത്ര വേദന ഉണ്ടാക്കുന്നൊരു സാഹചര്യം തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത്? ഇത് സ്കൂൾ അടച്ചുപൂട്ടുക എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു അധ്യാപിക എന്ന നിലയിൽ വളരെ വിഷമം തോന്നി. അങ്ങനെ ടീച്ചർ എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ പ്രധാന കാരണം കുട്ടികളില്ലാത്തൊരു സിറ്റുവേഷനാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം ഒരു 12 കുട്ടികൾ ഉണ്ടായിരുന്നു, 2 അധ്യാപകരും. അത് ഇപ്രാവശ്യം ഒരു 8 കുട്ടികൾ TC പിന്നെ പ്രൊമോഷനായിട്ട് പോയി 5ാം ക്ലാസ്സിലേക്ക്. ബാക്കിയൊരു 3 കുട്ടികൾ ആണ് നിലവിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ 3 കുട്ടികളെ വെച്ചിട്ട് 2 ടീച്ചേഴ്സ് ഒരു സ്കൂൾ കൊണ്ടുനടക്കാന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടായതുകൊണ്ട് അവരും നിർബന്ധിത TC മേടിച്ച് പോയി. പക്ഷേ നമ്മളെ ഈ പുലാമന്തോളിൻ്റെ ഹൃദയഭാഗത്ത് എക്കാലം 100-ൽ പരം 100-ൻ്റെ അപ്പുറത്തെ അല്ലേ വർഷങ്ങൾ നിലനിന്നിരുന്നൊരു സ്കൂള്, സ്വാതന്ത്ര്യ സമര സേനാനി വാപ്പട്ടി മാഷ് സ്കൂൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സ്കൂള് അടച്ചുപൂട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ഒരു വിഷമം ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിയാണ്. ഞങ്ങളുടെ ആഗ്രഹം ഇത് നിലനിർത്തണം എന്നാണ്. പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ ആഗ്രഹവും ഇത് നിലനിർത്തി ഒരു സ്കൂളായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹം. പക്ഷേ കുട്ടികൾ വരാൻ തയ്യാറാണെങ്കിൽ ഞങ്ങളതിന് പൂർണ്ണ സഹകരണം ലഭ്യമാക്കി കൊടുക്കും. അതുപോലെ തന്നെ കുട്ടിസംഘടന ചേരുന്നുണ്ട്. ഒരു സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പുള്ള സ്കൂളാണല്ലോ ഇതിൻ്റെ ചരിത്രം. ഇതിൻ്റെ ചരിത്രം പറഞ്ഞുകൊണ്ടേ തുടങ്ങാമല്ലേ? ഈ സ്കൂള് സ്വാതന്ത്ര്യ സമരത്തിന് മുന്നിലുള്ള സ്കൂളാണെന്ന് മാത്രമല്ല, ഈ പ്രദേശത്തുള്ള പൊതുപ്രവർത്തനത്തിന് വലിയ പിന്തുണ എന്നൊരു സ്കൂളും കൂടിയത്. മുൻകാലഘട്ടത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ആയാലും ശരി, മറ്റ് സർക്കാർ മേഖലയിലുള്ളതാണെങ്കിലും ശരി, ഒരു ചെറിയ യോഗ ഇരിക്കണമെങ്കിൽ പോലും ഓഡിറ്റോറിയങ്ങളും അതുപോലെ തന്നെ മറ്റ് സൗകര്യങ്ങളും ഇല്ലാത്ത കാലത്ത് ഈ സ്കൂളിനെയാണ് ആശ്രയിച്ചിരുന്നത്. അന്ന് KSYF-ൻ്റെയും DYFI-യുടെ ഒക്കെ യോഗം വിളിക്കുന്നതിനടക്കം
ഞാൻ വാപ്പുട്ടി മാഷ സ്കൂളിൽ ഈ ഗേറ്റിൻ്റെ താക്കോലേ മേടിക്കണ്ടു. അന്ന് ഇതിന് ചുമരൊന്നുമില്ല, പട്ടപ്പര ഈ 85 മുമ്പ്. അപ്പോൾ അതിൻ്റെ താക്കോലും മേടിച്ച് ഇവിടെയാണ്. അത് DYFIയുടെയും KSYFിൻ്റെയും അല്ല, കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, മുസ്ലിം ലീഗ് ഒക്കെ എല്ലാറ്റിൻ്റെയും യോഗങ്ങളടക്കം ചേർന്നിരുന്നത് ഈ സ്കൂളിലാണ്. അങ്ങനെ ഈ പ്രദേശത്തിൻ്റെ പൊതുവായ വളർച്ചയ്ക്ക് ഉപയോഗപ്പെടുത്തിയിരുന്നൊരു സ്ഥാപനമാണ് പൂട്ടിപ്പോകുന്നത്. ഒരു സ്കൂൾ പൂട്ടിപ്പോകുക എന്ന് പറഞ്ഞാൽ, ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും CPMൻ്റെയും പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPMഉം ഒരു വിദ്യാഭ്യാസ നയം എന്നുള്ളത് അംഗീകരിച്ചിട്ടുള്ളത് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ശക്തിപ്പെടുത്തുക എന്നുള്ള നയം അനുസരിച്ചാണ് കഴിഞ്ഞ 10 വർഷം ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ ഗവൺമെൻറ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കണ്ടതും അതിനെ വളർത്തിയെടുത്തതും. അതിപ്പോൾ ഈ ചാനൽ റിപ്പോർട്ടൊക്കെ ചെയ്യണം, നിങ്ങൾക്ക് അറിയാം. രാമന്തോള ഹൈസ്കൂളിനടക്കം 3 കോടിയിലധികം ഉറുപ്പ്യ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കേരളത്തിലുള്ള പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ഗവൺമെൻറ് വലിയ ഒരു മിഷൻ തന്നെ തയ്യാറാക്കി വലിയ പ്രവർത്തനം നടത്തിയത്. ആ പ്രവർത്തനത്തിൻ്റെ ഒപ്പം ഈ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ 2 വിഭാഗമുണ്ട്. ഒന്ന് ഗവൺമെൻറ് സ്കൂളുകൾ, 2 മാനേജ്മെൻറ്റ് എയ്ഡഡ് സ്കൂളുകൾ. അപ്പോൾ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ഗവൺമെൻറ്റിന് കഴിയാതാ ഗവൺമെൻറ് സ്കൂളിൻ്റെ. അപ്പോൾ ഗവൺമെൻറ് സ്കൂളിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് അവിടെ കുട്ടികളുടെ തിക്കും തിരക്കും കൂടുക. അതിൻ്റെ ഒപ്പം ഓടിയെത്താൻ എയ്ഡഡ് സ്കൂൾക്ക് കഴിയേണ്ടതായിരുന്നു. പല സ്കൂളുകളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് സംഭവിക്കാതിരുന്നത്? അപ്പോൾ പലൊരു സ്കൂളിലൊക്കെ ഇപ്പോൾ വളരെ ഡെവലപ്മെൻ്റ് ഉണ്ട്, LP സ്കൂളിലൊക്കെ. ഇവിടെ 2-3 കാരണങ്ങളെ കൊണ്ടാണ് അത് സംഭവിക്കാതിരുന്നത്. ഒന്ന്, ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഭൗതിക സാഹചര്യമില്ല, സ്കൂൾ സ്ഥലം കുറവാണ് ഒന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, മാനേജ്മെൻറ്റിനെ അലട്ടുന്നൊരു വിഷയം എന്താ വെച്ചാൽ, രാമന്തോൾ അങ്ങാടിയുടെ ഹൃദയഭാഗത്ത് നിൽക്കുന്ന ഒരു സ്ഥലം. അത് ഈ സ്ഥലത്തിൽ നിന്ന് സെൻറ്റിന് ഒരു എത്ര വില മതിക്കാന്ന് അറിയില്ല, ഇവരെത്ര പറയാന്നറിയില്ല, അത്ര വാല്യുവേഷനുള്ള ഒരു സ്ഥലം. ആ സ്ഥലത്ത് ഒരു LP സ്കൂൾ നടത്തുന്നത് സാമ്പത്തികമായിട്ട് മാനേജ്മെൻറ്റിന് നഷ്ടമെന്നുള്ളത് കുറേ കാലം മുമ്പ് ബോധ്യമുണ്ട്. അപ്പോൾ അവർക്കതിനോട് താല്പര്യക്കുറവുണ്ട്, അത് സ്വാഭാവികമായിട്ട് വരുന്നതാണ്. രണ്ടാമത്തെ ഒരു വിഷയം, ഇതിൽ സാധാരണ രീതിയിൽ 2 രീതിയിലാണല്ലോ സ്കൂളുകളുടെ വളർച്ച. ഒന്ന്, അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക, അത് മാനേജ്മെൻറ്റ് ചെയ്യേണ്ട. 2, പഠന നിലവാരം ഉയർത്തുക, അതാരാ ചെയ്യേണ്ടത്? അധ്യാപകരാണ് ചെയ്യേണ്ടത്. അപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും പഠന നിലവാരം ഉയർത്താനും കൂട്ടായിട്ട് പ്രവർത്തിക്കേണ്ടതാരാ? രക്ഷാകർതൃ സമിതി. ഈ 3ഉം കൂടി യോജിച്ചുകൊണ്ടുള്ള നല്ല പ്രവർത്തനം നടത്താൻ അവിടെ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ എന്താണ് ഇത് അടച്ചുപൂട്ടാൻ തന്നെയാണോ അന്തിമമായിട്ടുള്ള തീരുമാനമുള്ളത്? അതങ്ങനെ തന്നെയാണ്, അടച്ചുപൂട്ടാന്നുള്ള തീരുമാനം. തുറന്നു കൊണ്ടുപോകാൻ ഒരു വഴിയില്ല? ഇല്ല, ഒരു വഴിയില്ല. അറിയിച്ചോ? അതാ സർക്കാരിനെ അറിയിച്ചോ? അറിയിച്ചിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുകയാണ്. ടീച്ചറെ, അധ്യാപകർക്ക് പുനർനിയമനം കിട്ടും, പക്ഷേ ഇല്ലാതാവുന്നത് ഈ നാടിൻ്റെ എല്ലാം സ്പന്ദനമായിരുന്ന ഒരു കാലം കൂടിയാണല്ലേ? അതെ, രക്ഷിതാക്കൾ, അവരുടെ മക്കൾ, കാരണം വളരെ സാധാരണക്കാരായ രക്ഷിതാക്കളുടെ മക്കളാണ് ഇവിടെ പഠിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു അവസരം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ചിന്തിക്കാൻ കഴിയില്ല. പിന്നെ ഒരു 2-3 കിലോമീറ്റർ അപ്പുറം സ്കൂളുണ്ട്, പാലൂർ ALP ഉണ്ട്, പുലാമന്തോൾ UP ഉണ്ട്. എന്നിരുന്നാലും ഇതിൽ പഠിച്ച ഒരുപാട് വിദ്യാർത്ഥികൾ വളർന്ന് വലുതായി പന്തലിച്ച് വളരെ ഉയർന്ന നിലയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ സ്കൂളില്ലാതാവുന്നു പറയുമ്പോൾ അവരുടെ എല്ലാം ഓർമ്മകൾ കൂടിയാണല്ലേ? അവരുടെ എല്ലാം ഓർമ്മകൾ വളരെയധികം സങ്കടകരമായിട്ടുള്ളൊരവസ്ഥയാണ്. ഇത് നമുക്ക് അംഗീകരിച്ചേ പറ്റൂ അല്ലേ? അല്ല, എനിക്കൊരു വേറെ അഭിപ്രായമുണ്ട്. ഈ സ്കൂൾ ഇവിടെ സ്ഥാപിതമായ തന്നെ ഒരു ദേശീയ ബോധത്തിൻ്റെ ഭാഗമായിട്ടാണ്. ബാപ്പുട്ടി മാഷെ അബ്ദുറഹ്മാക്കാട് ബാപ്പുട്ടി മാഷ എന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. രാമന്തോളിൽ പണ്ട് മുതൽക്കേ ദേശീയ മുസ്ലിങ്ങളുടെ പാരമ്പര്യം നിലനിർത്തുന്ന ഒരു പ്രദേശം കൂടിയാണ്. അതിൻ്റെയൊക്കെ ഭാഗമായി പ്രദേശത്തിൻ്റെ വിദ്യാഭ്യാസമായ വളർച്ചയ്ക്ക് വളരെ ബാപ്പുട്ടി മാഷൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നതായി ഈ സ്കൂള്. അങ്ങനെ നിലനിർത്തണമെങ്കിൽ ഇപ്പോൾ ആരാ ശ്രമിക്കേണ്ടത്? ഗവൺമെൻറ്റാണ് ശ്രമിക്കേണ്ടത്. സർക്കാരിന് വേണമെങ്കിൽ ഈ സ്കൂൾ ഇതിൻ്റെ കസ്റ്റോഡിയൻ ഇപ്പോൾ ശരിക്കും ഗവൺമെൻറ് ഏറ്റെടുക്കുകയാണെങ്കിൽ ആവേണ്ടത് രാമന്തോൾ പഞ്ചായത്ത് മെമ്പറോടും കൂടിയുള്ള ഒരു അപേക്ഷയാണ്. എന്ത് വേണം? ഈ സ്കൂള് സർക്കാർ ഇപ്പോൾ ഈ കൊല്ലം നമുക്കൊരു പ്രവേശനം നടത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഈ സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് ഈ സ്കൂളൊന്ന് പുനർസംഘടിപ്പിച്ച് പ്രവർത്തന നിരതമാക്കി ഇത് നിലനിർത്തണമെന്നാണ്. അതാണ് പുലാമന്തൂർ സ്കൂളിലെ അവിടെ സ്കൂളിനെ വർഷങ്ങളായി കാണുന്ന, അതിനൊപ്പം പ്രവർത്തിക്കുന്ന ആളുകളുടെ ആവശ്യം, അവരുടെ ആഗ്രഹം അതാണ്. പക്ഷേ എന്താണ്, സ്കൂൾ പൂട്ടുകയാണ്. ദുഃഖകരമായ വാർത്തയാണ്.
മറ്റു വാർത്ത, പോലീസ് സ്റ്റേഷനിൽ തന്നെ അപമാനിച്ചുവെന്ന നടി അൻസിബയുടെ പരാതിയിൽ ലക്ഷ്മിപ്രിയ ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ ഹാജരാകണം. രാവിലെ 11 മണിക്ക് തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർക്ക് മുൻപാകെ ഹാജരാകാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ കേസിൽ ഇന്നലെ അൻസിബയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. നടി ലക്ഷ്മിപ്രിയ തനിക്കെതിരെ നൽകിയ പരാതിയിൽ തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ ഹാജരായപ്പോൾ ദുരനുഭവങ്ങൾ ഉണ്ടായി. അതായത് അവിടുത്തെ വനിതാ SIക്കെതിരെയും അൻസിബയുടെ പരാതിയുണ്ട്. വനിതാ സെൽ SI മോശമായി പെരുമാറിയെന്നാണ് മുഖ്യമന്ത്രിക്കും DGPക്കും പരാതിയിൽ പറയുന്നത്. ആ പരാതി കൂടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറിയിട്ടുണ്ട്. അതിലും അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരും. ആജ്ഞ, കേസെടുത്തിട്ടില്ല ഇതുവരെ. ഇന്നിപ്പോൾ ലക്ഷ്മിപ്രിയ ഹാജരാകുമോ? എന്താണ് പോലീസ് പറയുന്നത്? ലക്ഷ്മിപ്രിയയുടെ മൊഴി കൂടി എടുത്ത ശേഷമാകെ കേസിലേക്ക് കടക്കുക എന്നാണോ? പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ അപമാനിച്ചെന്ന കേസിലാണ് നടി അൻസിബയുടെ പരാതിയിൽ ലക്ഷ്മിപ്രിയ ഇന്ന് തൃക്കാക്കര ACBക്ക് മുൻപാകെ ഹാജരാകേണ്ടതാണ്. രാവിലെ 11 മണിക്കാണ് തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർക്ക് മുൻപാകെ ഹാജരാകാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇന്നലെ അതുപോലെ പരാതിക്കാരി അൻസിബയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നടി ലക്ഷ്മിപ്രിയ തനിക്കെതിരെ നൽകിയ പരാതിയിൽ തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ ഹാജരായപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ദുരനുഭവങ്ങൾ ഉണ്ടായി എന്നതാണ് അൻസിബയുടെ പരാതിയിൽ പറയുന്നത്. അതുമാത്രമല്ല, വനിതാ സെൽ SI മോശമായി പെരുമാറി എന്ന് മുഖ്യമന്ത്രിക്കും DGPക്കും നൽകിയ പരാതിയിൽ അൻസിബ പറയുന്നുണ്ട്. അതുപോലെ ഈ കഴിഞ്ഞ ദിവസം വനിതാ സെൽ SIയുടെ മൊഴിയും രേഖപ്പെടുത്തിയിരുന്നതാണ്. മൊഴി ഇന്ന് രേഖപ്പെടുത്തും. അതുപോലെ പരാതിയിൽ കേസ് എടുക്കണമോ എന്ന കാര്യം മൊഴികളുടെ അടിസ്ഥാനത്തിലായിരിക്കും പോലീസ് തീരുമാനിക്കുക. എന്തായാലും ഇന്ന് 11 മണിയോടുകൂടി തൃക്കാക്കര ACBക്ക് മുൻപാകെ ലക്ഷ്മിപ്രിയ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ പങ്കുവച്ചു. കൊച്ചിയിൽ കത്തി കാണിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച യുവാവ്. ഇന്നലെ വൈകുന്നേരം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ സമീപമാണ് സംഭവം. ആലപ്പുഴ സ്വദേശി സച്ചിനെ എറണാകുളം സെൻട്രൽ പോലീസ് പിടികൂടി. കടയിലുണ്ടായിരുന്ന ആളുകളെ ഇയാൾ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. കടയിലെ സാധന സാമഗ്രികൾ ഇയാൾ നശിപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ആലപ്പുഴ സൗത്ത് സ്റ്റേഷന് സമീപം, കൊച്ചി സൗത്ത് സ്റ്റേഷൻ സമീപമാണ് ഈ സംഭവം ഉണ്ടായത്. ആലപ്പുഴ സ്വദേശിയാണ് സച്ചിൻ എന്ന യുവാവാണ് ഈ പരാക്രമം കാട്ടിയത്. ഇയാളെ പിന്നീട് സെൻട്രൽ സ്റ്റേഷനിൽ പിടികൂടി. പോലീസ് ഇയാളെ പിടികൂടി. എറണാകുളം സെൻട്രൽ പോലീസാണ് ഈ സച്ചിൻ എന്ന യുവാവിനെ അറസ്റ്റ് ചെയ്തത്. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്കു സാധ്യത. 9 ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. കനത്ത കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ പ്രവചനം. വരും ദിവസങ്ങളിലും, അതായത് ബുധനാഴ്ചയോടെ കൂടിയൊക്കെ ഒരുപക്ഷെ കാലവർഷം എത്തിയേക്കാം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ശക്തമായ മഴ തന്നെ ഇത്തവണയും പെയ്യും എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതനുസരിച്ചുള്ള ജാഗ്രതാ നിർദ്ദേശം മിക്ക ജില്ലകളിലും നൽകിയിട്ടുണ്ട്. മഴക്കാല പൂർവ്വ ശുചീകരണമടക്കം സംസ്ഥാനത്തിൻ്റെ വിവിധ മേഖലകളിൽ പുരോഗമിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ കഴിഞ്ഞ തവണത്തെ ഇത്തവണ മഴ തുടങ്ങിയപ്പോൾ തന്നെ തിരുവനന്തപുരത്തെയൊക്കെ വെള്ളക്കെട്ട് നമ്മൾ കണ്ടതാണ്. ഇനിയിപ്പോൾ മഴ ശക്തമാകുമ്പോൾ എന്തായി തീരും അവസ്ഥ എന്നത് കാത്തിരുന്ന് കാണണം. ഇതിനിടെ അതിരപ്പള്ളിയിലെ കാട്ടാന പ്രശ്നം പരിഹരിക്കാൻ വനം മന്ത്രിയുടെ നേതൃത്വത്തിൽ നിർണായക യോഗം ഇന്ന് ചേരും. രാവിലെ 10 മണിക്ക് ചാലക്കുടിയിലാണ് യോഗം. മന്ത്രി ഷിബു ബേബി ജോൺ, തൃശൂർ ജില്ലാ കളക്ടർ, വനംവകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മോഹനന്റെ കുടുംബത്തെയും വനം മന്ത്രി കാണും എന്നാണ് മനസ്സിലാക്കേണ്ടത്. നമുക്കിനി കോഴിക്കോട് കൂടരഞ്ഞിലേക്ക് പോകണം. അവിടെ ഒരു വലിയ ആശങ്ക ഉണ്ടായിരിക്കുന്നത് പന്നികൾ കൂട്ടത്തോടെ ചാവുകയാണ്. ജനങ്ങളിൽ അത് വലിയ ഭീതി പടർത്തുന്നൊരു പശ്ചാത്തലം കൂടിയുണ്ട്. കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിലെ നായാടാംപൊയിലിൽ പ്രവർത്തിക്കുന്ന ഒരു പന്നി ഫാമിലാണ് 1 മാസത്തിനിടയിൽ 100-ലധികം പന്നികൾ അജ്ഞാത രോഗം ബാധിച്ച് മരിച്ചത്.
ചത്തത്. സംഭവത്തിൽ കടുത്ത ആരോഗ്യ ഭീഷണിയുണ്ട് എന്നാണ് ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത്. ഒപ്പം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും ഉദ്യോഗസ്ഥരും ഒളിച്ചുകളി നടത്തുന്നതായി ആരോപിച്ച് LDF ജനപ്രതിനിധികൾ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയെ ഉപരോധിക്കുന്ന കാഴ്ചകളും അവിടെ കണ്ടു. കോഴിക്കോട് കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിൽപ്പെട്ട പുന്നക്കൊമ്പിൽ ജിബിൻ എന്നയാളുടെ ഫാമിലാണ് നാടിന് നടുക്കിയ സംഭവം. കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ 100-ലധികം പന്നികളാണ് ഇവിടെ രോഗം ബാധിച്ച് ചത്തൊടുങ്ങിയത്. ലൈസൻസ് ഇല്ലാതെ തികച്ചും വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഈ ഫാം പ്രവർത്തിക്കുന്നതെന്ന് നാട്ടുകാരും വാർഡ് മെമ്പർമാരും ആരോപിക്കുന്നു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് അവശിഷ്ടങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് തള്ളുന്നത്. മലിനജലം സമീപത്തെ മഞ്ഞക്കടവ് പുഴയിലേക്കാണ് ഒഴുക്കുന്നത്. നിരവധി കുടിവെള്ള പദ്ധതികൾ ആശ്രയിക്കുന്ന പുഴയിലേക്ക് മാരക രോഗാണുക്കൾ പടരാൻ ഇത് കാരണമാകുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ഈ ജില്ലയിലെ മുഴുവൻ മാലിന്യവും എല്ലാ ഹോട്ടലുകളിൽ നിന്നും ആശുപത്രികളിൽ നിന്നും വലിയ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള ഭക്ഷ്യവസ്തുക്കൾ ഇവിടെ വലിച്ചുകൊണ്ടുവന്ന് അലക്ഷ്യമായി വലിച്ചെറിഞ്ഞുകൊണ്ട് മഴക്കാലത്ത് ഇത് പൂർണ്ണമായും കൂടരഞ്ഞി പഞ്ചായത്തിലെ മുഴുവൻ പുഴകളിലൂടെയും ഒലിച്ച് മലിനീകരണം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്ത് എല്ലാ ഫാമുകളും സന്ദർശിച്ച് റിപ്പോർട്ടാക്കി ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി മാലിന്യ പരിപാലന സംവിധാനം കറക്റ്റ് പ്രവർത്തിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിരുന്നത്. എന്നാൽ സൂചിപ്പിക്കാനുള്ളത്, ഇപ്പോൾ നടക്കുന്ന പരിശോധന എന്ന് പറയുന്നത് തങ്ങളുടെ താല്പര്യമുള്ള ഫാമുകളെ ഒഴിവാക്കിക്കൊണ്ട് പക്കാ രാഷ്ട്രീയം കളിക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഭരണസമിതിയും അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. രോഗം ബാധിച്ച പന്നികളെ രാത്രിയുടെ മറവിൽ അങ്കമാലി, ചാലക്കുടി, എറണാകുളം, മൂവാറ്റുപുഴ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് കടത്തുന്നതായി ആരോപണമുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBIക്ക് ശുപാർശ ചെയ്തുകൊണ്ടുള്ള മരണത്തിന്റെ അന്വേഷണം CBIക്ക് ശുപാർശ ചെയ്തുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് ഒരുപക്ഷെ ഇന്നിറങ്ങിയേക്കും. കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ചാണ് നടപടി. കേസിൽ CBI നിലപാട് നിർണായകമാകും. അതേസമയം CBIയെ അന്വേഷണം ഏൽപ്പിക്കുന്നതിൽ CPM എതിർപ്പ് തുടരുകയാണ്. CPM നേതാവ് PP ദിവ്യയാണ് കേസിലെ ഏക പ്രതി. US-ലെ ജോർജിയയിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ നവവരനും പൈലറ്റും മരിച്ചു. ഡോസൺ കൗണ്ടിയിലാണ് അപകടം. മൂവാറ്റുപുഴ കടവാക്കുഴി സ്വദേശി ഡേവ് ഫിജിയാണ് മരിച്ചത്. വിവാഹത്തിന് ശേഷം വധൂവരന്മാർ സഞ്ചരിച്ച ഹെലികോപ്റ്ററാണ് തകർന്നു വീണത്. വരൻ ഡേവും ഹെലികോപ്റ്റർ പൈലറ്റും സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു. വധു ജസ്നി ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ്. അവകാശങ്ങൾ ഉറപ്പു നൽകുന്നില്ലെങ്കിൽ ഒരു കരാറും അംഗീകരിക്കില്ലെന്ന് ഇറാൻ ഒരു ആണവായുധം കൈവശം വെക്കില്ലെന്ന് വളരെ വ്യക്തമായി പ്രസ്താവിക്കുന്നു എന്ന് ട്രൂത്ത് സോഷ്യൽ പ്രസ്താവിക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെടുന്നു. സമാധാന കരാർ ആണവ ആയുധങ്ങൾ വിഷയമാക്കുന്നില്ലെന്ന ആരോപണം തെറ്റാണെന്നും ട്രംപ് പറയുകയാണ്. മനു ഭരത് വിവരങ്ങളുമായി ചേരും. മനു, ഇത് ഇപ്പോൾ കരാർ ഇന്നൊപ്പിടും നാളെ ഒപ്പിടുമെന്ന് പറഞ്ഞ് ആഴ്ചകൾ പിന്നിടുകയാണ്. പക്ഷേ ഒരു ഒപ്പിടലിലെ കാര്യങ്ങൾ എത്താത്ത ഒരു പശ്ചാത്തലം പ്രധാനപ്പെട്ട ഒന്നാണ്. എന്താണ് സംഭവിക്കുന്ന യഥാർത്ഥത്തിൽ പശ്ചിമേഷ്യയിൽ? ഇതിൽ ട്രംപ് ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട്. ഇറാന് ഒരു കാരണവശാലും ആണവായുധങ്ങൾ ഉപയോഗിക്കാൻ കഴിയില്ല, അത് ഉണ്ടാകില്ല. മാത്രവുമല്ല, പല ആളുകളും ചില വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. ഇങ്ങനെ ഇറാൻ ഒരു കരാറിൽ ഒപ്പിടുമ്പോൾ ആ കരാറ് ആണവായുധങ്ങളെ പറ്റി പരാമർശിക്കുന്നില്ല എന്ന് ചില വിമർശകർ ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെയല്ല സാഹചര്യം. ഈ കരാറിൻ്റെ മുഴുവൻ ഭാഗത്തിൽ നോക്കിയാലും അതിൽ ഭൂരിഭാഗവും ഈ ആണവായുധ നിരായുധീകരണത്തെ സംബന്ധിച്ചാണ് എന്ന് ട്രംപ് പറയുന്നു. ആണവായുധം അവർക്ക് ഉപയോഗിക്കാൻ കഴിയില്ല എന്നതാണ് ഏറ്റവും സുപ്രധാനമായ വിഷയം ഈ കരാറിൻ്റെ ഭാഗമായി വരാൻ പോകുന്നത് എന്ന് ട്രംപ് പറയുകയും ചെയ്യുന്നു. അപ്പോഴാണ് ഇറാൻ്റെ ചീഫ് നെഗോഷിയേറ്റർ മറ്റൊരു കാര്യം വ്യക്തമാക്കുന്നത്. മുഹമ്മദ് ബാഗേർ പറയുന്നത് ഇത് ഇറാൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാതെ കൊണ്ടുള്ള ഒരു കരാറിന് തങ്ങൾ തയ്യാറല്ല എന്ന ഒരു നിലപാട് ഇറാനും മുന്നോട്ട് വയ്ക്കുന്നു. അപ്പോൾ നേരത്തെ ഈ പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടും എന്നൊരു പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അത് കൂടുതൽ സങ്കീർണമാവുകയാണ്. മാത്രവുമല്ല, ഇസ്രയേലിൻ്റെ നിലപാട് എന്ത് ഈ വിഷയത്തിൽ എന്നതിനെക്കുറിച്ചുള്ള ചർച്ച വരുന്നു. ഇസ്രയേലാണെങ്കിൽ ലബനനിലേക്കുള്ള ആക്രമണം വ്യാപിപ്പിക്കുന്നു. അവിടെ ചില തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ കൈയടക്കുകയൊക്കെ ചെയ്യുന്നു. ഇതൊക്കെ പരിശോധിക്കാൻ ഐക്യരാഷ്ട്രസഭയുടെ യോഗം, സെക്യൂരിറ്റി കൗൺസിലിൻ്റെ യോഗം ഇന്ന് ചേരുന്നുണ്ട്. അങ്ങനെ പശ്ചിമേഷ്യൻ പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന് കരുതുമ്പോഴാണ് ഇത് കൂടുതൽ സങ്കീർണമായി നീങ്ങുന്നത്. ഈ ബ്യൂഫോർട്ട് കാസിലാണ് ലെബനനിൽ ഇപ്പോൾ ഇസ്രായേൽ സേന നിലയുറപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ഹെസ്ബുള്ള ഇപ്പോൾ ഒരു കാര്യം വ്യക്തമാക്കുന്നത്, തങ്ങൾ വെടിനിർത്താൻ തയ്യാറാണ്, പക്ഷേ അതിൽ ഇസ്രായേലിൻ്റെ നിലപാടെന്ത് എന്ന ഒരു ചോദ്യവും അവർ ഉന്നയിക്കുന്നു. അതാണ് പ്രധാനപ്പെട്ട കാര്യം. നിലപാടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മാറുന്നു. ഓരോ ദിവസവും ട്രംപിൻ്റെ ഓരോ പ്രസ്താവനകളും പുറത്തു വരുന്നു. യുദ്ധം അവസാനിക്കുന്ന അല്ലെങ്കിൽ സമാധാന കരാറിലേക്ക് എത്തുന്ന ലക്ഷണവുമില്ല. നമുക്ക് രാവിലെ പൂർത്തിയാക്കാം.
എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. മഴയുണ്ട്, സ്കൂൾ തുറക്കുകയാണ്. പൊതുവേ നമ്മുടെ നിരത്തുകളും റോഡുകളും ഒക്കെ സജീവമാകാൻ തുടങ്ങുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. നമസ്കാരം.